നമ്മളും കുട്ടികളൊക്കെ ആയി വളർന്നു വന്നവർ തന്നെയാണ്. നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും നമ്മളിപ്പോഴും മക്കൾ തന്നെയാണ്. നമുക്കും നമ്മുടെ കുട്ടികളെ പോലെയുള്ള സമയങ്ങളും കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണോ ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ അനുഭവിക്കുന്നത്? തീർച്ചയായും അല്ല, അല്ലേ? നമ്മൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവർക്ക് നിസ്സാരമാണ്. അവരനുഭവിക്കുന്നത് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രശ്നങ്ങളാണ്. ഏതാ കാലഘട്ടം? റോബോട്ടിക്സ് യുഗം, അല്ലേ? ഇത് റോബോട്ടിക്സ് യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ആൽഫ ജനറേഷൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികളെ അൽഫിത്രയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആൽഫ ജനറേഷനാണ്. 2010 ശേഷമുള്ള എല്ലാ കുട്ടികളും ആൽഫ ജനറേഷൻ എന്നറിയപ്പെടുന്നത്. എന്താ പ്രത്യേകത? എന്താ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെക്കാളും എന്തുണ്ട് ഞാളെ സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമ്മളെക്കാളും ബുദ്ധിയുണ്ട്. അതന്നെ, നമ്മളെക്കാളും ബുദ്ധിയുണ്ട്. അത് എവിടെ നമുക്ക് പറയാൻ പറ്റണം. അതിന് ഉദാഹരണം എന്താ? മൊബൈൽ ഫോൺ കേട് വന്നാൽ വീട്ടിൽ ഏറ്റവും സീനിയറായ ആളെടുത്തേക്കാണോ നമ്മൾ നന്നാക്കാൻ കൊണ്ടുപോവുക? വല്യമ്മ വീട്ടിലിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വല്യപ്പ പുറത്ത് ചാരി കസേരയിൽ ഇരിക്കുന്നുണ്ട്. നമ്മളെക്കാളും എത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ജീവിതം കണ്ടിട്ട്. അതുകൊണ്ട് വല്യപ്പാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വല്യപ്പ ഈ ഫോണൊന്ന് നന്നാക്കി തരുമോ നമ്മൾ ചോദിക്കുമോ? നമ്മൾ പോലെ ആരെടുത്തേക്കാ? ഏറ്റവും ജൂനിയർ എടുത്തേക്കാ. നമ്മൾ ആ വീട്ടിലുള്ള ഏറ്റവും ജൂനിയർ അടുത്തേക്ക് നമ്മൾ പോവുക. കാരണം ഓൻ്റെ അടുത്ത് എത്തിയാൽ ടപ്പേന്ന് പറയുമ്പോൾ ഇതിന് നന്നാക്കി തരും, ഇല്ലേ? നിമിഷങ്ങൾ കൊണ്ട് മൂപ്പരത് ശരിയാക്കി തരും. അർത്ഥം എന്താ? നമ്മളെക്കാളും അവർക്ക് ബുദ്ധി കൂടുതലാണ്, നമ്മളെക്കാളും അവർക്ക് ചിന്താശേഷി കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അവർ ചിന്തിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചിന്തയെ തല്ലിക്കടത്തി നമ്മളെ ലെവലിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത്? എന്നോട് ആരാണ് അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞതെന്ന് പറയാണോ വേണ്ടത്? തീർച്ചയായും അല്ല. അവരുടെ ചിന്തയിലേക്ക് നമ്മളും എത്തണം. മാതൃകയില്ലേ? പരിശുദ്ധ ഇസ്ലാം മതം മാത്രം പോരെ. എന്തിനാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾക്കൊക്കെ നമ്മൾ പോണത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോച്ചിങ് സെൻറ്ററുകളും ക്ലാസ്സുകളൊക്കെ നടക്കും. വലിയ കോച്ചും പിന്നെ മോട്ടിവേറ്റേഴ്സൊക്കെ വന്നിട്ട് ഒരു സെഷന് 1 അവറിന് നമ്മൾ 25,000 30,000 ഒക്കെ പേ ചെയ്തിട്ടാണ് അത്തരം ക്ലാസ്സുകൾക്കൊക്കെ പോവുക. എന്തിനാ? നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാവാൻ, ഇല്ലേ? എല്ലാവരും മുമ്പിൽ ഇങ്ങനെ വളരെ പേഴ്സണാലിറ്റി ഉള്ള ആളായിട്ട് നമ്മൾക്ക് ഇങ്ങനെ നിൽക്കണം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് പേഴ്സോണ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തുണ്ടായതാണ്. പേഴ്സണ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? മാസ്ക്. എന്താണ്? മാസ്ക്. അപ്പോൾ ഈ മാസ്കിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മളൊരു മാസ്ക് ഇട്ടിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാം. അപ്പം മാസ്കിൻ്റെ ഉള്ളിൽ ആരുണ്ട്? നിങ്ങളെന്തൊന്നും പറയാം? നമ്മളില്ലേ? നമ്മൾക്കല്ലേ ഈ മാസ്ക് ഇടുന്നത്. അപ്പം മാസ്കിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ഞാനുണ്ട്. പക്ഷേ എൻ്റെ മുകളിൽ മാസ്ക് ഇടാനാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണോ? ആണോ? ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ മാസ്ക് ഇട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കോളിന്നല്ല. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രമാവുന്ന നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സെന്താണോ, നിങ്ങളുടെ ചിന്ത എന്താണോ, നിങ്ങളുടെ വിചാരങ്ങൾ എന്താണോ, അതാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അതാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നല്ലതായിട്ട് കാര്യമില്ല, ഇല്ലേ? എല്ലാ മനുഷ്യന്മാരുടെ അടുത്തും പറയുന്നുണ്ട്. ഹബീബ് പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഏറ്റവും ഉത്തമൻ? പള്ളി സെക്രട്ടറി ആയിട്ട് കാര്യമുണ്ടോ? പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് കാര്യമുണ്ടോ? നാട്ടിലുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കുന്ന ആളാ? കാര്യമുണ്ടോ? ആർക്ക് പ്രശ്നം വന്നാലും നേരെ ഓടിച്ചെല്ല ഇവരെടുത്തേക്കാണ്. ഓരോട് ഇടപെട്ട പ്രശ്നം അവിടെ സോൾവ് ആവും. ഒരു കാര്യമില്ല, അല്ലേ? എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ പ്രശ്നം തീർത്ത് വൈകുന്നേരം കയറി വരുന്നൊരിടമുണ്ട്, നമ്മുടെയൊക്കെ കുടുംബം. തൻ്റെ ഇണയിരിക്കുന്ന വീട്, തൻ്റെ മക്കളിരിക്കുന്ന വീട്. ആ വീട്ടിലെങ്ങനെയാണോ തൻ്റെ സ്ത്രീയോട്, തൻ്റെ ഇണയോട് ഏറ്റവും ഉത്തമൻ ആരാണോ അവനാണ് ഭൂമിയിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നാട്ടുകാരോട് നന്നായിട്ട് കാര്യമില്ല, തൻ്റെ വീട്ടിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഏറ്റവും സ്വാതന്ത്ര്യം എടുക്കുക എവിടെയാ? ഏറ്റവും നമുക്ക് സ്വാതന്ത്ര്യം ഫീൽ ചെയ്യണത് എവിടെയാ? നമ്മളെ പുരയിലല്ലേ? നമ്മളെ പുരയിൽ ആരാ ഉള്ളത്? നമ്മളെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ ഉമ്മ ഉപ്പ. ഇവരോടാണ് നമ്മളായി വിത്തൗട്ട് മാസ്ക്
ഒരു പേഴ്സണാലിറ്റി ഇല്ലാതെ, പേഴ്സോണ ഇല്ലാതെ നമ്മൾ പെരുമാറുന്നത് നമ്മളെ വീട്ടിലാണ്. അപ്പോൾ അവിടെയാണ് നന്നാവാൻ പറയുന്നത്. അവിടെ നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും, പരിശുദ്ധ ഇസ്ലാം മതം നമ്മെ ഉണർത്തുന്നത്, എല്ലാ കുട്ടികളും, എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിക്കാരായിട്ടാണ്, പരിശുദ്ധരായിട്ടാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത്. പിന്നീട് അവരെ ക്രിസ്ത്യാനിയും ജൂതന്മാരും മറ്റുമൊക്കെ ആക്കി തീർക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്, അല്ലേ? എല്ലാ കുട്ടികളും ഒരുപോലെയാണ് ജനിക്കണത്. ജനിച്ച് വീഴുന്ന കുട്ടിക്ക് ഒരാളോട് പകരം വീട്ടാനുണ്ട്. ഞാൻ ഉമ്മാൻ്റെ പള്ളേൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തിയ ആളാണ്, അല്ലെങ്കിൽ ഒരു കണ്ണിമാങ്ങ തിന്നാണ് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് വാങ്ങിക്കൊടുക്കാത്ത ആളാണ്, എനിക്ക് പകരം വീട്ടാനുണ്ട് എന്നും പറഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടികളുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലേ? എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിക്കാരായിക്കൊണ്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ നിരന്തരമായി മക്കളുമായി ഇടപഴകുകയും അവരെ സൽപെരുമാറ്റം പഠിപ്പിക്കുകയും ചെയ്യുക. ഈ പറയണതൊക്കെ എന്താണ്? നമ്മൾ മക്കളോട് നിരന്തരം ഇടപഴകണം. അവരെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ സൽപെരുമാറ്റം പഠിപ്പിക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിൽ മറ്റൊരാൾക്ക് പങ്കോ ഇല്ല. അത് ആർക്ക് തന്നെയാണ്? അത് നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തായി തീരണം എന്നതിൽ ശാസ്ത്രം പറയുന്നത് 50% ആ കുട്ടിയുടെ ഭാവി എങ്ങനെയാവണം, ആ കുട്ടി എന്തെല്ലാമൊക്കെ ആയിത്തീരണം എന്ന് തീരുമാനിക്കുന്നത് 50% ആ കുട്ടിയുടെ ഹെറിഡിറ്ററിയാണ്, അഥവാ ആ കുട്ടിയുടെ പാരമ്പര്യം. ബാക്കി 50% ആരായിത്തീരണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യമാണ്, അയാളുടെ എൻവിയോൺമെൻറ്റാണ്. 2 കാര്യങ്ങൾ കേട്ടല്ലോ, മനഃശാസ്ത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന, മെഡിക്കൽ സയൻസ് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എന്താണ്? ഹെറിഡിറ്ററി. രണ്ടാമത്തത് അവർ വളർന്നു വന്ന എൻവിയോൺമെൻറ്റ്, അവർ ജീവിച്ചു വരുന്ന അവരുടെ സാഹചര്യങ്ങൾ. ആരാണ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്? ഹെറിഡിറ്ററി ആരാ? കുട്ടിൻ്റെ പാരമ്പര്യം ആരാണേളെ? അയൽലോകത്തെ കാക്കയും താത്തയാണോ? അല്ലല്ലോ, ഞാനും എൻ്റെ ഇണയുമാണ്. എൻ്റെ കുഞ്ഞ് 23 ക്രോമസോം എൻ്റെയും 23 ക്രോമസോം എൻ്റെ ഇണയുടെയും എടുത്തുകൊണ്ടാണ് അവൻ ജനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ 2 പേരുടെയും പാതിയും കൂടി ചേർന്നതാണ് അവൻ 1 എന്ന് പറയുന്നത്. ഞങ്ങൾ 2 പേരുമാണ് അവൻ്റെ ഹെറിഡിറ്ററി, അവൻ്റെ പാരമ്പര്യം. അപ്പം ആദ്യത്തെ 50%ത്തിലുള്ള മുഴുവൻ ഉത്തരവാദിത്തവും ആർക്കാണ്? എനിക്കും എൻ്റെ ഇണക്കുമാണ്, നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടീൻ്റെ വാപ്പാക്കുമാണ്. അത് കഴിഞ്ഞ് അടുത്ത 50% നമുക്കുള്ളൂ കേട്ടോ. ബാക്കി 50 ആർക്കാ നമുക്ക് നോക്കാം. കുട്ടി വളരുന്ന സാഹചര്യം. കുട്ടി എവിടെയാണ് വളരുന്നത്? അതും എൻ്റെ കെട്ടിയോൻ്റെ അടുത്തല്ലേ? അല്ലേ? എൻ്റെയും എൻ്റെ ഇണയുടെയും അടുത്തല്ലേ? അതാ. അപ്പോൾ അടുത്ത 50% ആർക്ക് തന്നെ? നമുക്ക് തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ 2 സെറ്റാക്കി 2ആക്കി ഡിവൈഡൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ലേ? 50 അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ, ബാക്കി 50 നമുക്ക് ഷെയർ ചെയ്ത് പോയിക്കോളുമല്ലോ. ഇല്ല, ആ 50 നമുക്ക് തന്നെയാണ്. കറങ്ങി തിരിഞ്ഞ് ആ 50 നമ്മിലേക്ക് തന്നെയാണ് വരുന്നത്. കുട്ടിയുടെ ഹെറിഡിറ്ററി നമ്മളാണ്, കുട്ടിയുടെ ചുറ്റുപാട്, കുട്ടിയുടെ എൻവിയോൺമെൻറ്റും നമ്മൾ തന്നെയാണ്, കുട്ടിയുടെ വളർത്തുന്നതും നമ്മൾ തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായി ഒരു നിലക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് അധികാരമില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികൾ കൺകുളിർമയാണ് അല്ലേ, ഖുർറത്ത് അയ്ൻ എന്നാണ് നമ്മളടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മക്കൾ നമുക്ക് എന്തായിത്തീരണം? കൺകുളിർമയാവണം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് സമ്പത്തും സന്താനങ്ങളും, 2 ഒരുമിച്ചാട്ടോ പറയുന്നത്. പലയിടങ്ങളിലും സമ്പത്തും സന്താനങ്ങളും ഒരുമിച്ചാണ് പറയുന്നത്. സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഞാൻ അലങ്കാരമാക്കി തന്നിരിക്കുന്നു, സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും. പരീക്ഷണവുമാണ്, നമുക്ക് അലങ്കാരവുമാണ്. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യത്തോട് കൂടിയിട്ട് മക്കളെക്കുറിച്ച് നമ്മളെടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാതൃക കാണിക്കുക എന്നത് തന്നെയാണ്. നമുക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉള്ള, ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാളായി ജീവിക്കാൻ ആരാ നമ്മുടെ മാതൃക? ആരാ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്? ഹബീബായ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ.
ഓരോ കാര്യത്തിലും നമുക്ക് മാതൃകയില്ലേ? നോക്കൂ നിങ്ങൾ, പുഞ്ചിരി പോലും പുണ്യകർമ്മമാക്കിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം, ഇല്ലേ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ നമ്മളടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ജനങ്ങളോട് മുഖം തിരിക്കാനോ അവരെടുത്ത് മുഖം കോട്ടാനോ പാടില്ല. എന്താ പറയണത്? മുഖം തിരിക്കുക, മുഖം കോട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചിരിക്കാതെയുള്ള അവസ്ഥ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ചിരിക്കുക. ചിരിക്കാനാ പറയണത്. നമ്മളടുത്ത് ചിരിക്കാൻ, ചിരിയുടെ പ്രത്യേകത എന്താ? ചിരി വെറുതെ വരുമോ? ചിരി വെറുതെ വരുമോ? നമുക്കൊരു ഡിബേറ്റ് നടത്തി വെക്കുക. ചിരി വെറുതെ വരും എന്ന് പറയണവർ എത്ര പേരുണ്ട്? ഉള്ളിലൊരു കാര്യം വെച്ച് പുറത്തേക്ക് ചിരിക്കാൻ എത്ര ആൾക്ക് പറ്റും? വെറുപ്പ് വെച്ചിട്ട് ചിരിക്കാൻ പറ്റുമോ? ആ ചിരിയിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവും. ഇനി അഥവാ ഉള്ളിൽ വെറുപ്പ് വെച്ച് നമ്മൾ പുറത്തേക്ക് ചിരിച്ചു എന്ന് വിചാരിക്കുക. ഇനി അവിടുത്തെ മെഡിക്കൽ സയൻസ് ഞാൻ പറയട്ടെ, ഉള്ളിൽ വെറുപ്പാണുള്ളത്, പുറത്ത് നമ്മൾ ചിരിക്കുന്ന സമയത്ത് ചിരിക്കണമെങ്കിൽ ചിരി സൗന്ദര്യം കൂട്ടും. അതൊക്കെ അറിയില്ലേ? ചിരി സൗന്ദര്യം കൂട്ടും. അവൻ്റെ പിള്ളേ ജാതി അതല്ലെന്നാ പറയണ്ടേ, അല്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞൊരു കാര്യമാണ് പുഞ്ചിരിക്കുക. എന്നാലുണ്ടല്ലോ, ഇപ്പം മെഡിക്കൽ സയൻസ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ ചിരിച്ചോളി. ഇപ്പോൾ ഇതാ മെഡിക്കൽ സയൻസ് പറയാണ്, നിങ്ങൾ ചിരിച്ചോളി. ഫിറ്റ്നസ് സെൻ്ററുകളിലൊക്കെ, അല്ലേ, വർക്കൗട്ട് ചെയ്യുന്ന സെൻ്ററുകൾ, ജിം സെൻ്ററിലൊക്കെ ചിരിക്കാനായിട്ട് മണിക്കൂറുകളാണ്. വെറുതെ ചിരിക്കുക, പൊട്ടി ചിരിക്കുക. അതിന് നമ്മൾ കൊടുക്കേണ്ടത് 1000, 2000, 3000 ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു സെഷനിൽ കയറുക. അവിടെ ചെന്നിട്ട് എന്താ പണി? ചിരിക്കുക. ഇതെന്തിനാ ചിരിക്കണത്? എന്തിനാ? അല്ലേ? ആകാശത്ത് നോക്കി കുറേ നേരം ചിരിപ്പിക്കും, പിന്നെ സൈഡിലേക്ക് നോക്കി ചിരിപ്പിക്കും, 2 സൈഡിലേക്ക് നോക്കി ചിരിപ്പിക്കും. എന്തിനിങ്ങനെയൊക്കെ കഷ്ടപ്പെടണേ? നമ്മളെ കൂടെ എത്ര പേരുണ്ട്, അല്ലേ? നമ്മളെ കൂടെ എത്ര പേരുണ്ട്. അവരടുത്തൊക്കെ ചിരിച്ചാൽ പോരെ? നമ്മളെ മുന്നിൽ നിൽക്കുന്നവരടുത്ത്, നമ്മൾ കാണുന്നവരടുത്ത് ചിരിച്ചാൽ പോരെ? ചിരിക്കണത് എന്തിനാണെന്നറിയോ? സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ മുഖത്ത് 13 മസിൽസ് ഉണ്ട്. ഈ 13 മസിൽസും 13 പേശികളും ഒരേ സമയം മൂവ് ആകുന്ന, ഒരേ സമയം ചലിക്കുന്ന ഒരു പ്രോസസ്സാണ് ചിരി. എല്ലാവരും ഒന്ന് ചിരിച്ചു നോക്കാണേ, എന്ത് ഭംഗിയല്ലേ? ചിരിക്കണ സമയത്ത് നമ്മളെ മുഖത്തുള്ള എല്ലാ പേശികളും ചലിക്കും. മാത്രമല്ല, ഉള്ളിൽ കുശുമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ വെറുപ്പ് വെച്ചിട്ട് നമ്മൾ ചിരിക്കുന്ന സമയത്ത്, ചിരിക്കണമെങ്കിൽ, ചിരി നമ്മളെ മുഖത്ത് ഉണ്ടാവണമെങ്കിൽ, അത് വിരിയണമെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ഉണ്ടാവണം. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ഉണ്ടാവണം. സ്വാഭാവികമായി ചിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? തലച്ചോറിൻ്റെ ഉള്ളിൽ ഈ സന്തോഷ ഹോർമോൺ ഉണ്ടാകും. രാസപ്രവർത്തനം നടന്നിട്ട് ഈ സന്തോഷിക്കുന്ന ഹോർമോൺ സെറോട്ടോണിൻ ഉണ്ടാവുകയും, സെറോട്ടോണിൻ ഉണ്ടാവും മനസ്സിൻ്റെ ഉള്ളിൽ ആ ദേഷ്യം എന്ത് ചെയ്യും? അത് കുറച്ചങ്ങോട്ട് കുറയും. ആ വെറുപ്പ് എന്ത് ചെയ്യും? കുറച്ചങ്ങോട്ട് കുറയും. അപ്പോൾ ഇന്ന് മുതൽ ചിരിക്കുക. നിരന്തരം ചിരിച്ചു കഴിഞ്ഞാൽ എന്താവും? നാളെ നിങ്ങൾ അൽഫിത്ര മക്കൾ 3rd ലെവലിലൊക്കെ എത്തുമ്പോൾ തന്നെ പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ ടീച്ചർ എന്തായിരിക്കും? ഇതെൻ്റെ ഏട്ടത്തിയാണോ എന്ന് ചോദിക്കും കുട്ടീനോട്. എന്താ ചോദിക്കുക? പാരൻസ് മീറ്റിങ്ങിന് ചെല്ലുമ്പോഴേ, മോനെ ഇത് മോൻ്റെ താത്തയാണോ അല്ലേ? പിന്നെ നമുക്ക് മരിച്ചാലും വേണ്ടിയില്ല. സന്തോഷമായില്ലേ? കുട്ടീൻ്റെ ജ്യേഷ്ഠത്തിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ചിരിച്ചാൽ നാളത്തെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നാളെ കിട്ടാൻ പോണ സ്വർഗ്ഗമല്ലേ, അല്ലേ? ഇവിടുന്ന് എന്തെങ്കിലും കിട്ടാണ്ടോ എന്നാ ചോദിക്കുക. ഇവിടുന്ന് കിട്ടാണ്ട്, ഇവിടുന്ന് എന്താ കിട്ടുക? ഇവിടുന്ന് സൗന്ദര്യം വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും, ആയുസ് കൂടും. ചിരി ആയുസ് കൂട്ടും, നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ടാണ് ഹാപ്പി ഹോർമോൺ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഹാപ്പി ഹോർമോൺസ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറേ ഗുണങ്ങളുണ്ട്. ഹൃദയത്തിന്, കിഡ്നിക്ക് ഒക്കെ, തലച്ചോറിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ സെറോട്ടോണിൻ പോലെയുള്ള ഹോർമോൺസ്. അപ്പോൾ ഡോപ്പാമൈൻ പോലത്തെ കുറേ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഇതൊക്കെ വളരെ ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചിരിക്കാനാ പറയണത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ചെറിയ കാര്യം മുതൽ, ചിരി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യം മുതൽ വലിയ വലിയ കാര്യങ്ങൾ പോലും, ഭരണഘടനയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ പോലും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അല്ലേ? ഇതുപോലെ വഴിയിൽ നിന്നും തടസ്സം നീക്കിയാൽ, വഴിയിൽ നിന്നും തടസ്സം നീക്കുന്നത് പുണ്യകർമ്മമാക്കിയ മറ്റേത് മതമാണ് ഉള്ളത്? ഓരോ കാര്യങ്ങളും പുരുഷന്മാരുടെ അടുത്ത്, സ്ത്രീകളുടെ അടുത്ത് നിന്ന് മൂത്രമൊഴിക്കരുത്, നിങ്ങൾ ഇരുന്ന് മാത്രം മൂത്രമൊഴിക്കുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് കഴമ്പുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിന്ന് മൂത്രമൊഴിക്കരുത്, ഇരുന്ന് മൂത്രമൊഴിക്കണം പറയണത് എന്തുകൊണ്ടാ? ബാത്റൂം വൃത്തികേടാവാണ്ടിരിക്കാനാണോ? ഡ്രസ്സിൽ നജസാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്തു. 1500 വർഷങ്ങൾക്ക് മുമ്പേ ഹബീബ് നമ്മെ പഠിപ്പിച്ച ആ കാര്യം ഇപ്പോൾ മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്തു. എന്താണ്?
95% പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന് പ്രോബ്ലം വരുന്നത് നിന്ന് മൂത്രമൊഴിക്കുന്ന ആണുങ്ങൾക്കാണ്. 95% പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന്, പുരുഷ ഗ്ലാൻസിന് ഇൻഫെക്ഷൻ വരുന്നത്, പ്രോസ്ട്രേറ്റ് സംബന്ധമായ അസുഖങ്ങൾ വരുന്നത് എണീറ്റ് നിന്ന് മൂത്രമൊഴിക്കുന്ന ആളുകൾക്കാണ്. അന്നൊരു ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാതെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു അല്ലേ. നോക്കൂ നിങ്ങൾ, പേഴ്സണാലിറ്റി ഉള്ള നല്ല ഒരു മനുഷ്യനായി മാറാൻ ഹബീബിനെ ഫോളോ ചെയ്താൽ മതി. ഉത്തമ മാതൃക നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ നമ്മുടെ മക്കളുടെ മാതൃക നമ്മളാണ്. വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാതൃക അത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ടല്ലേ ഒരു കുഞ്ഞ് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ച ഏക മതം പരിശുദ്ധ ഇസ്ലാം മതമാണ്. മറ്റേതെങ്കിലും മതത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ പ്രാർത്ഥന? ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ മനഃശാസ്ത്രം, മെഡിക്കൽ സയൻസ് ഒക്കെ പറയുന്നുണ്ട്, പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഏറ്റവും നല്ല അവസ്ഥയിൽ, ഏറ്റവും നല്ല മാനസികാരോഗ്യത്തിൽ ഇരിക്കുക അല്ലേ. കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അന്ന് മുതൽ അഡ്മിറ്റ് ആവുന്ന സെൻ്ററുകളുണ്ട്, അഡ്മിറ്റ് ആവുന്ന സുഖചികിത്സാ സെൻ്ററുകളുണ്ട്. കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാൽ അവിടെ പോയിട്ട് അഡ്മിറ്റ് ആവും. എന്തിനാ? മനസ്സും ശരീരവും ഏറ്റവും നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട്, മനസ്സിന് ഏറ്റവും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഏറ്റവും സമാധാനം നിറഞ്ഞ മനസ്സുള്ള ആൾക്കേ ഏറ്റവും സമാധാനം നിറഞ്ഞ കുട്ടി ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ റസൂല് വർഷങ്ങൾക്ക് മുന്നേ പഠിപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിക്കോളി. പ്രാർത്ഥിച്ചിട്ട് വേണം. പിശാചിൻ്റെ കുതന്ത്രത്തിൽ നിന്നും എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നത്. അവിടെ മുതൽ തുടങ്ങുകയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ വളർത്തൽ. ആ ആഗ്രഹം മുതൽ തുടങ്ങുകയാണ്. ഗർഭകാലമാണെങ്കിലും കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉത്തമ മാതൃകകളാവുക. അതിന് മാതൃക എന്ന് പറയുന്ന 100% ഹെറിഡിറ്ററിയും പാരമ്പര്യവും അതുപോലെ എൻവിയോൺമെൻറ്റും കൊടുക്കേണ്ട ഉമ്മയും ഉപ്പയുമാണ് മാറേണ്ടത്. ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നില്ല, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടിമകളെ കുറിച്ച് പറയാണ് കേട്ടോ. അവർ ഭൂമിയിലൂടെ ഏറ്റവും വിനയാന്വിതരായി നടക്കുന്നവരാണ്. അല്ലാതെ പണത്തിൻ്റെയോ ഭൗതികതയുടെയോ ലാഭേച്ഛകളുടെയോ അടിമകളല്ല. പണത്തിൻ്റെയോ സുഖസൗകര്യങ്ങളുടെയോ ലാഭേച്ഛകളുടെയോ ഭൗതികതകളുടെയോ അടിമകളല്ല അവർ മറിച്ച് എങ്ങനെയാണ്? വളരെ താഴ്മയോട് കൂടിയിട്ട് ഭൂമിയിലൂടെ നടക്കുന്നവരാണ്. താഴ്മ എന്ന് പറഞ്ഞാൽ വിനയം അല്ലേ. വിനയം എന്ന് വെച്ചാൽ എന്താ? ഒരു വിനയം എന്ന് പറയുന്ന ഒരൊറ്റ സാധനം എടുത്താൽ മതി, നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വിനയം എന്ന് പറഞ്ഞാൽ എന്താ? വിനയത്തെക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെൻഷൻ എന്താ? ടെൻഷൻ അറിയില്ല നിങ്ങൾക്ക്? ടെൻഷനല്ലേ അറിയുള്ളൂ. ടെൻഷനേ നമുക്ക് അറിയുള്ളൂ. വിനയത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും നമുക്ക് ടെൻഷനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് വിനയത്തിൻ്റെ കൂടെ ടെൻഷനെ സെലക്ട് ചെയ്യാൻ കാരണം? വിനയവും ടെൻഷനും എങ്ങനെയാ? വിനയവും ടെൻഷനും എങ്ങനെയാണ് ആളെ? ഓപ്പോസിറ്റാണ്. വിനയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടെൻഷൻ. ടെൻഷനുള്ള ഒരാൾക്ക് വിനയത്തോട് കൂടിയിട്ട് നടക്കാൻ പറ്റില്ല, താഴ്മയോട് കൂടിയിട്ട് നടക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ടെൻഷനല്ലേ. കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ടെൻഷൻ, കുട്ടി ഉണ്ടായാലും കുട്ടി ഉണ്ടായിട്ടില്ലെങ്കിലും ടെൻഷൻ, പഠിക്കാൻ പോയാലും പഠിക്കാൻ പോയിട്ടില്ലെങ്കിലും ടെൻഷൻ, കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിലും ഭക്ഷണം ഉണ്ടായാലും ടെൻഷൻ, ഇല്ലെങ്കിൽ ഇല്ലല്ലോ എന്നുള്ള ടെൻഷൻ, ഭക്ഷണം ഉണ്ടായാൽ ഈ ബാക്കിയുള്ളതൊക്കെ കൂടെ എന്താ കാട്ടുക എന്നുള്ള ടെൻഷൻ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്മാർ ടെൻഷൻ അടിക്കാനായിട്ട് ജനിച്ചോരാ. എപ്പോഴും നമുക്ക് ടെൻഷനാണ്. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിങ്ങിന് വരികയാണ്. ആ സ്ത്രീക്ക് ഉറക്കമില്ല, ഉറക്കക്കുറവാണ് പ്രശ്നം. ഉറക്കക്കുറവാണല്ലോ എല്ലാ മാനസിക രോഗങ്ങളുടെയും നിദാനം എന്ന് പറയുന്നത്, പ്രധാന കാരണം എന്ന് പറയുന്നത് ഉറക്കക്കുറവ് തന്നെയാണ്. അപ്പോൾ ഈ ഉറക്കക്കുറവൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ചികിത്സിച്ച് നോക്കുമ്പോൾ കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ കുട്ടികളില്ല. അങ്ങനെ ഓരൊക്കെ ചികിത്സിച്ച് ഏകദേശം ഒരു പരുവത്തിലാക്കി പറഞ്ഞയച്ചപ്പോഴാണ് അടുത്ത കപ്പിൾസ് വരുന്നത്. ഈ ഉമ്മാക്കും എന്തില്ല? ഉറക്കമില്ല, പക്ഷേ ഉമ്മാക്ക് കുട്ടികളുണ്ട്. പിന്നെന്താ ഉറക്കക്കുറവിന് കാരണം? കുട്ടി +2 പഠിക്കണത്, പെൺകുട്ടിയെ. ഓൾ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഓളെ ബാഗിൽ നിന്ന് ഒരു ഫോൺ കിട്ടി. ആ ഫോൺ ഓളെ ബോയ് ഫ്രണ്ട് കൊടുത്തതാ. അങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ പ്രശ്നമൊക്കെ ഉണ്ടായി, കച്ചറയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കരച്ചിലൊക്കെ ഉണ്ടായി. ഇനി ഉണ്ടാവില്ല എന്നൊക്കെ ഓൾ വാക്ക് കൊടുത്ത് അങ്ങനെ ഓൾ സ്കൂൾക്ക് പോകാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫോണും കൂടെ കിട്ടി. പിന്നെയും കുറച്ചും കൂടെ കൂടിയ ലെവലിൽ ബഹളവും കലഹമൊക്കെ ഉണ്ടായി, അടിപിടിയൊക്കെ ഉണ്ടായി. വീട്ടിൽ വീണ്ടും അവൾ ഉറപ്പൊക്കെ കൊടുത്ത് വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ഫോണും കൂടെ കിട്ടി.
പിന്നെ 3 മാസം കൂടുമ്പോൾ ഫോണുകളുടെ ജാഗരയാണ്. പ്ലസ് 2 എത്തിയപ്പോഴത്തേന് 18 ഫോണാണ് ഓളെ ബാഗിൽ നിന്ന് കിട്ടിയത്. എത്ര ഫോണാ? വലിക്കണ്ട. ഞാനും വലിച്ചിരുന്ന ആ സമയത്ത്, പക്ഷെ മനസ്സിലാന്ന് മാത്രം. കാരണം എന്താ? അത്ഭുതമാണ് അല്ലേ? തൊട്ടപ്പുറത്തെ വീട്ടിലാണ്, അല്ലെങ്കിൽ തൊട്ട അയൽപക്കത്താണ്, തൊട്ടറിയുന്ന ആളുകളിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോഴേ വലിക്കുന്നതിലുപരി ഉള്ളിലൊരു ആദ്യമാണ് തോന്നിയത്. കാരണം എനിക്കുണ്ട് 3 ആൺകുട്ടികൾ എനിക്കുണ്ട്. ഞാനീ പറയുന്ന ഓരോ അനുഭവങ്ങളും നിങ്ങളുടെ അടുത്ത് നർമ്മം കലർത്തിയാണ് പറയുന്നതെങ്കിലും, എന്തിനാ നർമ്മം കലർത്തി പറയുന്നത്? മടുപ്പ് വരാൻ പാടില്ലല്ലോ ഇല്ലേ? നിങ്ങൾ ക്ലാസ് കേട്ടിരിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നർമ്മം കലർത്തി പറയുന്നതെങ്കിലും ഉള്ളിൽ നീറാണ് കേട്ടോ. കാരണം എന്നെ പോലെയുള്ള ഉമ്മമാരാണ്, എന്നെ പോലെയുള്ള ഓരോ ഉമ്മമാരുമാണ് എൻ്റെ അരികിലിരുന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് വിഷമിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അവരായി മാറിക്കൊണ്ടാണ് ഞാൻ കൈകാര്യം ചെയ്യുക ഓരോ വിഷയവും. ആ ഉമ്മയായി മാറണം ഞാൻ. ആ കുട്ടിയെ ഞാൻ എൻ്റെ കുട്ടിയായി കാണണം. ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളോളം ഞാൻ സ്നേഹിക്കണം. ആ ആദിയോടും ആ സങ്കടത്തോടും ആ പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ചികിത്സിക്കുക. അപ്പോഴാണ് ഫലം കാണുള്ളൂ. ഇതൊക്കെ ഓരോ വേദനകളാണല്ലോ, ഓരോ ഉമ്മമാരുടെയും വേദനകളാണ് കേട്ടോ ഓരോ നിമിഷവും നിങ്ങളടുത്ത് പങ്കുവെക്കുന്നത്. അത് സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ രണ്ടാമത് വന്ന ഉമ്മ ഉറങ്ങുമോ? 18 തവണയാണ് ഫോൺ കിട്ടിയത്. ഉറക്കം വരും ഉണ്ണിയാളെ. നമ്മളൊക്കെ ഉമ്മാരാണല്ലോ അല്ലേ? ഉറങ്ങൂലല്ലോ. ജീവിതകാലം മുഴുവൻ ഉറക്കം പോവാൻ അത് മതി. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഭാവിയിലും ആ ഉമ്മാക്ക് ആദിയാണ്, ആ ഉമ്മാക്ക് വേവലാതിയാണ്. ആകെ കൺഫ്യൂഷൻ ആവുക അല്ലേ? ആദ്യത്തെ പെണ്ണിന് ഉറക്കമില്ല, രണ്ടാമത് വന്ന സ്ത്രീക്ക് ഉറക്കമില്ല. രണ്ടുപേരും കാരണം എന്താ? ഉറക്കക്കുറവാ. ആദ്യത്തെ ഉമ്മാക്ക് എന്താ സംഭവിച്ചത്? ആദ്യത്തെ സ്ത്രീക്ക് എന്താ സംഭവിച്ചേ? കുട്ടികൾ ഇല്ലായിട്ട് ഉറക്കമില്ലാത്ത. രണ്ടാമത്തെ ആക്കോ കുട്ടികൾ ഉണ്ടായിട്ട് ഉറക്കമില്ലാത്ത. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടായാലും ഉറക്കമില്ല, ഇല്ലെങ്കിലും ഉറക്കമില്ല. ഇതുപോലെ വേറൊരു ഉമ്മ വരികയാണ്. ആ ഉമ്മ വന്നത് എന്തിനാണെന്നറിയോ? മോളെയും കൊണ്ട് തന്നെയാട്ടോ വരുന്നത്. മോള് ഒരു ഹയർ സ്റ്റഡിക്ക് പഠിക്കുകയാണ്, പുറത്ത് വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡിക്ക് പഠിക്കുകയാണ്. പക്ഷെ ഓള് കല്യാണത്തിന് സമ്മതിക്കണില്ല. ഓളെ PG അതുപോലെ PG ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡബിൾ PG ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞ് PhD MPhilലും കൂടെ കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ള വാശിയിലാണ്. അപ്പോൾ ഉമ്മാക്ക് ബേജാറ്. MPhil കഴിയുമ്പോഴത്തേനൊക്കെ 29 വയസ്സ് കഴിഞ്ഞ് 30ക്ക് ചാടും. ഉമ്മാക്ക് ഭയങ്കര ബേജാറ്. എൻ്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും ഡോക്ടറെങ്ങളൊന്ന് പറഞ്ഞ് കല്യാണത്തേക്ക് സമ്മതിപ്പിക്കുക. അങ്ങനെ കുട്ടീനെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടീനെ ഏകദേശം ആ പരുവത്തിലാക്കി പറഞ്ഞേക്കാണ്. ഉമ്മാക്ക് ഭയങ്കര റാഹത്തിൽ അരികിലിരുന്നിട്ട് ഉമ്മ പറയാം, മോളെ കാര്യത്തിൽ ഇപ്പം എനിക്ക് സമാധാനമായി. ഇനി ഡോക്ടറെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്തെങ്കിലും പറഞ്ഞോളി. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ സമാധാനം എന്താന്ന് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ സമാധാനം എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ 4 മണിക്കൂർ പോയ പോലെ ആയില്ലേ? 4 മണിക്കൂറാണ് മോളെ ഞാൻ അരികിലിരുത്തി സംസാരിച്ചത്. ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും പോവാണ്ടിരുന്ന് സംസാരിച്ച് ഓളൊരു പരുവത്തിലാക്കിയപ്പോൾ ഉമ്മ എന്നോട് പറയാ, കല്യാണം കഴിഞ്ഞിട്ട് സമാധാനം എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? കല്യാണത്തിന് ആഗ്രഹിക്കാത്ത കുട്ടീനെ കല്യാണത്തിലേക്ക് എത്തിച്ചിട്ട് ഉമ്മ പറയാ കല്യാണം കഴിഞ്ഞാൽ മുതൽ സമാധാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞാലും ടെൻഷൻ, കഴിഞ്ഞിട്ടില്ലെങ്കിലും ടെൻഷൻ. മനുഷ്യന്മാരങ്ങനെയാണ് അല്ലേ? നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ എന്താണ്? പച്ചയാണ്. അപ്പോൾ ഇക്കരെ എന്താ? ഇവിടെ ഒരു സുഖമില്ല. പണ്ട് പറഞ്ഞില്ലേ, ഒരു ചിത്രരചനാ മത്സരം നടന്നുകൊണ്ടിരിക്കുക. കുറേ പ്രഗത്ഭരായ എഴുത്തുകാർ, വളരെ മനോഹരമായി, എഴുത്തുകാരല്ല ചിത്രം വരയ്ക്കുന്ന ആളുകൾ, ഒരുപാട് മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് കൊടുക്കുകയാണ്. നമ്മുടെ കിട്ടിയ വിഷയം എന്താണെന്ന് വെച്ചാൽ സമാധാനമാണ്. എന്താണ്? സമാധാനം. അപ്പോൾ എല്ലാവരും ഒന്ന് കൺഫ്യൂഷൻ ആവാണ്. സമാധാനം ആണ് ചിത്രം വരയ്ക്കേണ്ടത്. അങ്ങനെ അനവധി ചിത്രങ്ങൾ വരികയാണ്. അങ്ങനെ ജഡ്ജിങ് പാനൽസ് ചിത്രങ്ങൾ ഓരോന്ന് നോക്കുകയാണ്. മനോഹരമായുള്ള ചിത്രങ്ങളുണ്ട്. വളരെ മനോഹരമായ കാട്, പുഴകൾ, മലകൾ, പൂമ്പാറ്റകൾ, പൂക്കൾ, നമുക്ക് കണ്ണിന് കുളിരേകുന്ന ഒരുപാട് കാഴ്ചകളാണ് ഓരോ ചിത്രത്തിലുള്ളത്. ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ സമാധാനം ഇങ്ങനെ വരുന്ന രൂപത്തിലുള്ള കുറേ ചിത്രങ്ങൾ. അങ്ങനെ ഫസ്റ്റ് ഒന്നിനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പ്രഖ്യാപിച്ച ആ ചിത്രം, പ്രഖ്യാപനത്തിനൊടുവിൽ അത് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും. ആ ചിത്രം കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം ഇത്ര പച്ചപ്പൊക്കെ ഉള്ള ചിത്രം ഉണ്ടായിട്ട് കാണിച്ച ചിത്രം എന്താണെന്നറിയോ നിങ്ങൾ? ഒരു മരുഭൂമി,
ഒരു മരുഭൂമിയിൽ നിലമൊക്കെ ഇങ്ങനെ വിണ്ട് കിടക്കുകയാണ്. നിലം വിണ്ട് കിടക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു ഭൂമിയിൽ ഒരു മരം, ആ മരത്തിൽ ഒരു പച്ചപ്പ് പോലും ഇല്ല, ഒരു ഇല പോലും, ഒരു തളിരില പോലും ഇല്ലാത്ത ഒരു വൃക്ഷം. ആ വൃക്ഷത്തിൽ ഒരു കിളിക്കൂട്. പക്ഷെ ആ കിളിക്കൂട്ടിലുണ്ടല്ലോ ഒരു തള്ള കിളിയും 3-4 കുഞ്ഞു കിളികളും സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. ഒരു തള്ളക്കിളിയും ആ തള്ളക്കിളീൻ്റെ കൂടെയുള്ള 3-4 കുട്ടികളും സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. ഇതിലധികം സമാധാനത്തിന് ഒരു നിർവചനം കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നോക്കൂ നിങ്ങൾ, അവർക്ക് എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടോ? സമാധാനിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ? നമ്മളെ കണ്ണിൽ നോക്കിയാൽ സാഹചര്യം ഇല്ല അല്ലേ? വെള്ളമില്ല, ഒരു തണലില്ല, ചൂടാണ്, മറ്റു ജീവജാലങ്ങളൊന്നുമില്ല. അങ്ങനത്തെ വരണ്ട ഒരു അവസ്ഥയിലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ എന്ന് പറയുന്നത്. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ഒരു റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കൂട്ടുകാരിനെ കണ്ട് അവളൊന്ന് ചിരിച്ചിട്ടില്ല എങ്കിൽ, അവൾ നമ്മുടെ അടുത്ത് ചിരിച്ചിട്ടില്ല എങ്കിൽ ടെൻഷനായി. എന്തപ്പോൾ ചിരിക്കാഞ്ഞത്? അല്ലെങ്കിൽ ഒരു സദസ്സ് ചെന്നാൽ നമുക്ക് വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്ക് വേണ്ട സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലേ? ബേസിക്കലി നമ്മളെ സംഘടനയൊക്കെ ഇങ്ങനെ ചിഹ്നം ഭിന്നമാവാൻ കാരണം എന്താ? മൈക്കെടുത്ത് പ്രസംഗിക്കാൻ ഒരു പേടിയില്ല കേട്ടാ. എന്താ കാരണം? സ്ഥാനമാനങ്ങളുടെ മോഹമാണ് അല്ലേ? അധികാരമോഹമാണ്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ചിഹ്നം ഭിന്നാവുമോ? എനിക്കൊരു അഭിപ്രായം, അപ്പം എൻ്റെ അഭിപ്രായം ഉള്ളവരൊക്കെ എൻ്റെ പിന്നാലെ പോന്നോളി. താത്താക്ക് വേറെ അഭിപ്രായമാണെങ്കിൽ താത്താൻ്റെ കൂടെ ഉള്ളവരൊക്കെ അഭിപ്രായമുള്ളവരൊക്കെ താത്താൻ്റെ പിന്നാലെ പോവുക. നമ്മൾ അങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്. കാരണം എന്താ? വിനയമില്ല. നമുക്കവിടെ വിനയമില്ല. എനിക്കുള്ള സ്ഥാനം എനിക്ക് കിട്ടണം. ഞാൻ അങ്ങനെ വരുമ്പോൾ എനിക്കെല്ലാവരും എണീറ്റിക്കണം, എനിക്കുള്ള ചെയർ എനിക്കവിടെ കിട്ടണം, എനിക്കുള്ള സ്ഥാനം അവിടെ വേണം, ഞാൻ പറയണത് എല്ലാവരും അംഗീകരിക്കണം, എന്നെ ബഹുമാനിക്കണം. ഇങ്ങനെയൊക്കെയാണ്. റസൂൽ ഇതാണോ നമുക്ക് കാണിച്ചു തന്നിരുന്ന മാതൃക? ആണോ? ഹബീബ് ഇങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നിരുന്നത്? അവരുടെ യാത്രയിൽ ദീർഘ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര പോവാണ് ഹബീബ്. അപ്പോൾ മരുഭൂമിയിൽ എത്തിയപ്പോഴാണ് തൻ്റെ പേരക്കുട്ടി അവിടെ കളിക്കുന്നുണ്ട്. ഹബീബ് എന്താ ചെയ്തത്? ഇത്ര വലിയ യാത്രയെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ്. ആ യാത്ര നിർത്തിയിട്ടേ തൻ്റെ പേരക്കുട്ടീൻ്റെ അടുത്ത് പോയി അവനെ കളിപ്പിക്കുക. തൻ്റെ പേരക്കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് അവനെ കളിപ്പിക്കുന്ന മാതൃകയാണ് റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച മിമ്പറിൽ ഇരിക്കുമ്പോൾ മുന്നിൽ കുസൃതി കാണിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയി അവരെ പുന്നാരിച്ച മാതൃകയാണ് റസൂൽ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഉസ്താദുമാരോ കുട്ടികളെങ്ങാനും മുമ്പ് കൂടെ മണ്ടിയാൽ എന്താ കാട്ടുക? ഉണ്ട കണ്ണും കാട്ടി അവിടെ നിന്ന് തന്നെ ഓലെ പേടിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈക്ക് കൂടെ ഒന്ന് പറയൂലേ? കുട്ടികളെയൊക്കെ എന്ത് ചെയ്യണം? എന്താ പറയല്? അടക്കി ഇരുത്തണം. കുട്ടികളെയൊക്കെ നിങ്ങൾ അടുത്തിരുത്തണം. ഇവിടെ ശല്യം ഉണ്ടാക്കരുത്. അതാണോ ശരിക്കും മാതൃക? അല്ല അല്ലേ? കുട്ടികളോട് കുട്ടികളുടെ ചെരുപ്പിൽ ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മൾ പെരുമാറണം. അവരുടെ കാലിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. 32 വയസ്സായ ഉമ്മ 4 വയസ്സായ കുട്ടീനെ ചിന്തിക്കുമ്പോൾ എൻ്റെ 32 നിന്നിട്ടല്ല ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ കുട്ടീൻ്റെ 4 നിന്നിട്ടാണ് ഞാൻ ചിന്തിക്കേണ്ടത് അല്ലേ? അപ്പോഴാണ് അവൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവന് ആഗ്രഹിക്കുന്ന മാതൃക നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് തുടങ്ങേണ്ടത് നമ്മിൽ നിന്നാണ്. ഇണകൾ എന്ന് പറയുന്ന അവൻ്റെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമാണ്. ഉത്തമ മാതൃക നമ്മൾ കാണിക്കുക. ഏറ്റവും വിനയമുള്ളവരായി നമ്മൾ മാറുക. എങ്ങനെ വിനയമുള്ളവരായി മാറുക? നമ്മൾ ഇണകൾ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് അവർ കാണേണ്ടത്. നമ്മൾ പരസ്പരം ബഹളം വെക്കുന്നതാണോ? കലഹിക്കുന്നതാണോ? അല്ല. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്. ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്ന കുട്ടി ഒരു ദിവസം പറയാ, 2 മണിക്കൂർ ഏകദേശം ഓളെടുത്ത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് ഇപ്പം എന്താ മോൾക്ക് തോന്നണേന്ന് ചോദിച്ചപ്പോൾ പറയാ, ഡോക്ടറെ നിങ്ങളൊരു 2 മണിക്കൂറും കൂടെ പറഞ്ഞോളേ. ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയണോന്ന് ചോദിച്ചു. പറയണം. അതെന്തേന്ന് ചോദിച്ചപ്പോൾ പറയാം, പുറത്തിൻ്റെ ഉമ്മ ഇപ്പം ഇരിക്കണത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. പുറത്ത് ഉമ്മ ഇപ്പം ഇരിക്കണുണ്ട്. എല്ലാ കുട്ടികളും ഉള്ളിൽ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഉമ്മയും വാപ്പയും പുറത്തിരിക്കാറാണല്ലോ പതിവ്. പക്ഷെ അങ്ങനെയല്ല ഡോക്ടറെ. ഓരെങ്ങനെ ഇരിക്കണേ? ഓരടുത്തടുത്ത് ഇരിക്കണുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ
ഞാൻ ഇങ്ങനൊരു ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ അന്ന് മുതൽ എൻ്റെ ഉമ്മയും ഉപ്പയും എപ്പോഴും ഒരുമിച്ചാണ്. ഞാൻ ഇങ്ങനൊരു ചതിക്കുഴിയിൽ പെടുന്നതിൻ്റെ അതറിയുന്നതിൻ്റെ അന്ന് വരെ അവർ ഒരുമിച്ചിരിക്കുകയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ ഫോൺ ചെയ്യുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ വിഷയം അറിഞ്ഞ് അന്ന് മുതൽ ഇപ്പോൾ ഓഫീസ് പോയാൽ ഉമ്മ വിളിയോട് വിളി അപ്പാനെ. ഇനി എങ്ങാനും ഉമ്മ വിളിക്കാൻ മറന്നാൽ ഉപ്പ ഇങ്ങോട്ട് വിളിക്കും, ആലോ എന്തായി മോളെ കാര്യം. സംഗതി എന്നെക്കുറിച്ച് പറയാനാണെങ്കിലും എൻ്റെ കാര്യം സംസാരിക്കാനാണെങ്കിലും എന്നെക്കുറിച്ച് കുറ്റം പറയാനാണെങ്കിലും എൻ്റെ ഉമ്മയും ഉപ്പ ഇപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയും ഉപ്പ ഒരുപാട് സമയം ഇപ്പോൾ ഒരുമിച്ച് ചിലവഴിക്കുന്നുണ്ട്. അവരൊരുമിച്ച് യാത്ര ചെയ്യണുണ്ട്. യാത്ര പോണത് എന്തിനാ? ഉപ്പ വേഗം വണ്ടി എടുത്ത് ഇറങ്ങും, ഉമ്മയെ മാറ്റി ഇപ്പാൻ്റെ കൂടെ പോകും. എന്തിനാ? ഞങ്ങളില്ലാത്ത സാഹചര്യം വണ്ടിയിലാണല്ലോ. അപ്പോൾ വണ്ടിയിലൊക്കെ എന്നെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കാണുമ്പോൾ വല്ലാത്തൊരു കുളിരാണ് ഡോക്ടറെ. ഞാൻ എൻ്റെ വിഷയമൊക്കെ എന്നോ ഒഴിവാക്കിയിരിക്കണേ. പക്ഷെ ഓരോട് പറയണ്ട കേട്ടോ, എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും പറയണ്ട, ഓല അങ്ങനെ തന്നെ നിന്നോട്ടെ. നോക്കൂ നിങ്ങൾ, നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ വികാരമാണല്ലേ, ഒരു കുട്ടിയുടെ ആഗ്രഹമാണത്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് പുറത്ത് കാത്തിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാ? നല്ല സാഹചര്യങ്ങളാണോ? തീർച്ചയായും അല്ല. കഴുക കണ്ണുകളാണ് അവരെ റാഞ്ചിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ചതിക്കുഴികളാണ് എല്ലായിടത്തും. വീണു പോകാൻ എളുപ്പമാണ്. അവരുടെ സാഹചര്യങ്ങൾ മുഴുവൻ അങ്ങനെയാണ് അല്ലേ. നമ്മൾ രാവിലെ ടിഫിൻ ബോക്സും ചോറും പാത്രമൊക്കെ ആക്കി കൊടുത്ത് ബാഗിൽ ഇട്ട് കൊടുത്ത് പിറകെ ഒരു ഗ്ലാസ് പാലും കൊണ്ട് ഓടും. എന്തിനാ? മോളെ കുടിപ്പിക്കാൻ, മോനെ കുടിപ്പിക്കാൻ. ആ ഒരു ഗ്ലാസ് പാലും ഓനെ കുടിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞേക്കുക. ഒരു കഷ്ണം അപ്പം എങ്ങാനും ബാക്കി വെച്ചാൽ നമുക്ക് ടെൻഷനല്ലേ. എൻ്റെ കുട്ടി അപ്പം മുഴുവൻ തിന്നിട്ടില്ല, ഇനിയിപ്പോൾ ഓന് തല കറങ്ങുമോ, ഓന് പഠിക്കാൻ കഴിയില്ലേ, ഓന് ഗ്യാസ് കയറുമോ, എന്തൊക്കെ ബേജാറാണ് നമുക്ക്. അത്രയേറെ പ്രതീക്ഷയിൽ നമ്മൾ മക്കളെ പറഞ്ഞേക്കുക. കുട്ടികളോ ബസ് സ്റ്റാൻഡിലെത്തി എന്താ ചെയ്യണേ? നേരെ പഞ്ചായത്ത് ബാത്റൂമിൽ പോയി യൂണിഫോമിൻ്റെ മുകളിൽ പർദ്ദയിട്ട് ചെക്കന്മാർ ബൈക്കുമായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ഓരോ പിറകിൽ കയറി പോവുക തോന്നിയെടുത്തേക്ക്. പിന്നെ വണ്ടി റിട്ടേൺ അടിക്കുക എപ്പോഴാണ്? വൈകുന്നേരം തിരിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തണം. കാരണം ഒരു ബസ് തിരിച്ച് വരുമല്ലോ. അതേ ബാത്റൂമിൽ തന്നെ പോയി പർദ്ദ അഴിച്ച് വെച്ച് യൂണിഫോം ഇട്ടിട്ട് വീണ്ടും ബസ്സിൽ കയറി വീട്ടിലേക്ക് വരിക. നമ്മൾ കാത്തിരിക്കുകയല്ലോ. എൻ്റെ കുട്ടി സ്കൂളിൽ എടുക്കണതൊക്കെ പഠിച്ച് ഉഷാറായി വരികയാണ് എൻ്റെ അടുത്തേക്ക്. വിശ്വാസമല്ല നമുക്ക് അല്ലേ? പ്രിൻസിപ്പൾ വിളിക്കുമ്പോൾ നമ്മൾ എന്താ പറയല്? എൻ്റെ കുട്ടിയോ ഓൻ അതിൽ എന്താണെങ്കിലും ഉണ്ടാവില്ല. നമുക്ക് വിശ്വാസമാണ്. ഓനും ഓളും അതിൽ എന്താണെങ്കിലും ഉണ്ടാവില്ല. ഒരിക്കലും കുറേ ദൂരം നിന്ന് കൗൺസിലിങ്ങിന് വന്ന ഒരു ഉമ്മ അങ്ങനെ വന്ന് ഈ കുട്ടീനെ മുഴുവൻ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞ് കുറേ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഉമ്മ എൻ്റെ അടുത്ത് പറയാ, ഇതിനൊന്നും കാരണം എൻ്റെ കുട്ടിയല്ല ഡോക്ടറെ, എൻ്റെ കുട്ടിയല്ല, ഓൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ ചെക്കൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാം, ഓനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എൻ്റെ അത്രയും നേരം വേസ്റ്റ് ആയില്ലല്ലേ പിന്നെയും ഇല്ലേ? അത്രയും നേരം പോയി. കാരണം അത്ര സമയം ആ കുട്ടീനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടീനെ ഉമ്മാനെ വാപ്പാനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ലാസ്റ്റ് പറയാം, എൻ്റെ കുട്ടിയല്ല ഇതിനൊന്നും കാരണം മറ്റോനാണ്. ബേസിക്കലി നമ്മളൊക്കെ മനസ്സങ്ങനെയല്ലേ? നമ്മളെ കുട്ടികൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ അല്ലേ? വിശ്വസിക്കാം. നമ്മൾ ഈ പറയുന്ന മാതൃക കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് പുറത്തിറങ്ങിപ്പോയാൽ ഈ ചതിക്കുഴികളിലാണ് അവർ വീഴാൻ പോകുന്നത്. പുറത്ത് ഇത്തരം സാഹചര്യങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ വീടിനകത്തെങ്കിലും സമാധാനവും സ്നേഹവും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ല റസൂൽ പറഞ്ഞത്, നിങ്ങൾ മക്കളുടെ മുന്നിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. മക്കളുടെ മുന്നിൽ വെച്ച് പരസ്പരം ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കാനാ. ഭക്ഷണം വായിലേക്ക് വെച്ചോണ്ട് പോയിക്കാണി മനസ്സാന്ന് പറഞ്ഞ് കൈ തട്ടുകയല്ല വേണ്ടത്. ഭക്ഷണം വായിലേക്ക് പരസ്പരം വെച്ചു കൊടുത്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കണം. അതാണ് മക്കൾ കാണേണ്ടത്. ആ സ്നേഹപ്രകടനമാണ് മക്കൾ കാണേണ്ടത്. പുറത്തിറങ്ങിയാൽ അതിലും വലിയ പ്രകടനങ്ങളൊക്കെ ഓല് കാണും ഇല്ലേ? 3ാം ക്ലാസ് പഠിക്കണ എൻ്റെ മോന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ, ഉമ്മച്ചി എന്ന് ടിഫിൻ ബോക്സ് കഴുകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയപ്പോൾ ബാത്റൂമിൻ്റെ ബാക്കിൽ ഞാനൊരു കാഴ്ച കണ്ടു ഉമ്മച്ചിയേന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു തന്ന ആ കാഴ്ച അതെനിക്കിങ്ങനെ മൈക്കിൽ കൂടെ പറയാൻ പറ്റൂല. അപ്പോൾ പുന്നാര മോനെ, ഈ മേലിൽ ഇജ് അങ്ങോട്ട് നോക്കിയാലെന്ന് അവനോട് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറയേണ്ടത്? കൂടെ ഇരുത്തിയിട്ട് അവന് പറഞ്ഞു കൊടുക്കണം. ഉമ്മയും ഉപ്പയും തമ്മിലാണ് സ്നേഹിക്കാൻ പാടുള്ളൂ. ഉമ്മയും ഉപ്പയും തമ്മിലുള്ളതാണ് സ്നേഹം.
അതാണ് അള്ളാഹു പറഞ്ഞ സ്നേഹം. മറ്റുള്ളതൊക്കെ തെറ്റായ സ്നേഹങ്ങളാണ്. അത് കാണുമ്പോൾ മോൻ അവിടേക്ക് നോക്കരുത്, അത്തരം സ്നേഹങ്ങളിലേക്ക് പോവരുത് എന്ന് 3-ലല്ല LKG മുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലേ? LKG പോയ ഒരു കുട്ടി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഓളെ കയ്യിലൊരു റോസാപ്പൂ ഉണ്ടായിരുന്നു, ആ റോസാപ്പൂ എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, I love you എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് I too love you എന്ന് പറഞ്ഞു ഞാൻ അവളുടെ അടുത്ത്. അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, ഇതിനക്ക് ആരാ തന്നതെന്നറിയോ? ഓൾ LKG A LKG Bയിലുള്ള ചിക്കു തന്നതാണ് എനിക്കത്. ഓൻ എന്നെ ഇഷ്ടമാണോലോ. ആ ഇല്ല, കുഞ്ഞു കുട്ടികൾ മുതൽ അവർക്ക് എല്ലാ അറിവുകളുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റെന്താണ് ശരി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, തെറ്റിലേക്ക് പോവരുതേ അരുതേ എന്ന് പറയണമെങ്കിൽ ആ അരുതായ്മ നമ്മൾ വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഉമ്മ ഇപ്പം ഇങ്ങളെങ്ങനെ ഇനി ചോദിക്കും, ഇങ്ങളെങ്ങനെ ഇനി ഉമ്മ അപ്പ എന്ന് ചോദിക്കും. പ്രശ്നങ്ങളായിട്ട് വരുന്ന കുട്ടികളൊക്കെ അവസാനം ഫോക്കസ് ചെയ്യണത്, അവസാനം വിരൽ ചൂണ്ടണത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കാ അല്ലേ? അതുകൊണ്ട് ഇസ്ലാം അത്രയേറെ പ്രാധാന്യം നൽകിയത് കൊണ്ടല്ലേ നമ്മൾ കുട്ടികളെടുത്ത് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മൾ കുട്ടികളെ വിളിക്കതൊന്നും എടുക്കണ്ടേ? നമ്മൾ കുട്ടികളെ വിളിക്കലെന്നെ എങ്ങനെയാ? ഇങ്ങോട്ട് വന്നാ അല്ലേ? വാപ്പ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ വാപ്പ സോഫയിൽ ഇരിക്കുന്നത്, അപ്പോഴാണ് ഉമ്മാൻ്റെ മെസ്സേജ് കാണുന്നത്. ഉച്ചക്ക് അയച്ച മെസ്സേജാ, കുട്ടി വല്ലാതെ ഫോണിൽ കളിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങൾ വൈകുന്നേരം വന്നിട്ട് ഓനൊന്ന് ഗുണദോഷിക്കണം കേട്ടാ. വാട്സപ്പ് നോക്കുമ്പോൾ ഉടനെ തന്നെ ഡാ മോൻ എങ്ങോട്ട് വന്നാ, ഫോൺ കാണരുത് ഇല്ലേ? അപ്പോൾ കുട്ടി എന്താ മനസ്സിലാക്കണത്? ഉമ്മാക്കും ഉപ്പാക്കും എന്തും ആവാം, ഉമ്മക്ക് പറ്റൂല അല്ലേ? ഒരിക്കലും കുട്ടികളുടെ സദസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ 1/2 മണിക്കൂർ ഫോൺ കാണുമ്പോൾ നിങ്ങളെ തലച്ചോറിലുള്ള 300 ന്യൂറോൺസ് ചത്തു പോണുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എണീറ്റ് നിന്നിട്ട് പറയാം, അപ്പം എൻ്റെ ഉമ്മാൻ്റെ തലയിൽ ഒറ്റ ന്യൂറോണും ഉണ്ടാവില്ലല്ലോ ഡോക്ടറെ. അപ്പം എൻ്റെ ഉമ്മാൻ്റെ തലയിൽ ഒറ്റ ന്യൂറോണും ഉണ്ടാവില്ല അല്ലേ? തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടി, ടീച്ചറെ ഡോക്ടറെ ന്യൂറോൺ ഇല്ലെങ്കിൽ ഉമ്മാരുപ്പരൊക്കെ മരിക്കുമോ? എന്താ ഞാൻ പറയണ്ടേ? ന്യൂറോൺ ഇല്ലെങ്കിൽ ഉമ്മാരുപ്പരൊക്കെ മരിക്കും. അവന് ബേജാറായി, അവൻ്റെ ഉമ്മ ഇപ്പം മരിക്കുന്നു. കാരണം 1/2 മണിക്കൂർ 300 ന്യൂറോൺസ് പോവുമെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ തലയിൽ ന്യൂറോണേ ഇല്ല എന്ന് മക്കൾ പറയണമെങ്കിൽ നമ്മൾ ചിന്തിക്കണ്ടേ? കുട്ടികളുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ ഫോൺ മാറ്റി വെക്കുക, അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുക്കുക. മക്കളെ ഇരുത്തിയിട്ട് ഉമ്മ എന്തായാലും ചെയ്യണതെന്ന് കാണിച്ചു കൊടുക്കുക. വെറുതെ റീൽസ് കണ്ടിരുന്നാൽ, വെറുതെ യൂട്യൂബിൽ കണ്ടിരുന്നാൽ കുട്ടികളെ ബോധ്യപ്പെടുത്തലാവുമോ? ആവൂല അല്ലേ? നമ്മളെ കരിയറിന്, പ്രൊഫഷന്, നമ്മളെ ജോലി സംബന്ധമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ കുട്ടികൾക്കത് ബോധ്യമാവും. വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടി ഫോണിലിരിക്കുന്നത് എന്ത് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക? തിരിച്ച് ചോദിക്കും, ഉമ്മാൻ്റെ തലയിൽ ഒറ്റ ന്യൂറോണും ഇല്ല എന്ന് തിരിച്ചിങ്ങോട്ട് പറയുന്ന സന്ദർഭം വരും. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ട്രെയിൻ പോകണ്ടല്ലോ, എന്ത് നിഷ്കളങ്കല്ല. അവരാലോചിച്ച് നോക്കി, ഇവിടെ നമ്മളിങ്ങനെ ക്ലാസ് നടക്കണതൊക്കെ അവരറിയണുണ്ടോ? നമ്മളിപ്പോൾ ഇങ്ങനെ ട്രെയിനുമായിട്ട് ഇങ്ങനെ പോവുമോ? അതുപോലെ അല്ലേ? അത്രയും നമ്മളെ കുട്ടികൾ അത്രയും പരിശുദ്ധരാണ്. ആ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ കണ്ടാ പഠിക്കണത്. നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്, അത് തന്നെയാണ് അവർ. വസ്ത്രധാരണ, നമ്മൾ എന്തടിസ്ഥാനത്തിൽ ഔറത്ത് മറിച്ച് നടക്കുമെന്ന് പറയുക, എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ പറയുക? നിങ്ങൾക്കറിയോ, യൂറോപ്യൻ കൺട്രീസിൽ നടന്നൊരു പഠന റിപ്പോർട്ടാണ്. ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള അരാജകത്വങ്ങൾ, അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് വസ്ത്രാടിസ്ഥാനത്തിലാണെന്നാണ് പറയണത്. അപ്പോൾ പലർക്കും തിരിച്ചു ചോദിക്കാനുണ്ടാവും, അങ്ങനെയാണെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവരില്ലേ, പ്രായമായവരെ പീഡിപ്പിക്കുന്നവരില്ലേ, പർദ്ദട്ട് നടക്കുന്നവരെ പീഡിപ്പിക്കുന്നവരില്ലേ? ഉണ്ടാവും, കുട്ടികളെ പീഡിപ്പിക്കുന്നവരുണ്ടാവും. അതൊക്കെ ഓരോ അസുഖങ്ങളാണ്, അത് മാനസിക വൈകല്യങ്ങളാണ്. പക്ഷെ സാഹചര്യങ്ങളാണ് കൂടുതലും ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിക്കുന്നത്. അത് തീർച്ചയായും വസ്ത്രം കൊണ്ട് തന്നെയാണ്. ഒരിക്കൽ +2 കുട്ടികൾക്ക് ക്ലാസ് എടുത്ത സമയത്തെ ആൺകുട്ടികളാണ്. അപ്പം ഇങ്ങനെ ഫൺ ടോക്കുകൾ, തമാശ രൂപത്തിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, പെൺകുട്ടികളുടെ അടുത്ത് കമൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാം, പക്ഷേ ഉണ്ടല്ലോ ഡോക്ടറെ, പർദ്ദട്ട് വരുന്ന കുട്ടികളുടെ അടുത്തേ കമൻ്റ് അടിക്കാനൊരു പേടിയാണ്. ക്ലാസ്സിൽ പർദ്ദ ഇട്ട്, കറുപ്പ് പർദ്ദ അല്ലെങ്കിൽ പർദ്ദ പോലെയുള്ള വസ്ത്രങ്ങൾ, ലൂസ് ആയി കിടക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് വരുന്ന കുട്ടികളടുത്ത് കമൻസ് പറയാൻ, അല്ലെങ്കിൽ ഓരോ ഭാഷയിൽ പറഞ്ഞാൽ വായ നോക്കാൻ ഒക്കെ ഉള്ളിലൊരു ഭയമാണ്, ഉള്ളൊരു പേടിയാണ്.
അല്ലേ? അത് ആൺകുട്ടികൾ നമ്മളടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളാണ് അല്ലേ, അത് അവരുടെ മനസ്സാണ്. നമ്മളെ കുട്ടികൾക്ക് മാതൃക കാണിക്കാതെ നമ്മൾ തോന്നിയ പോലെ നടന്നിട്ട് അവരെടുത്ത് മറച്ച് നടക്ക്, അവരടുത്ത് മറിച്ച് നടക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ച് നടക്കല്ലേ എന്ന് പറയാൻ അവകാശമുണ്ടോ നമുക്ക്? ഒരിക്കലും ഇല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് അത് അന്യൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ അവയവങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് കാണിക്കരുത് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ആദ്യം അങ്ങനെ ആവരുത്. അവിടെയാണ് മാതൃക എന്ന് പറയുന്നത്. പറഞ്ഞു കൊടുക്കണ്ട, പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാണുന്നത് എന്താ ചെയ്യുക? ഓർക്കും. കേൾക്കുന്നത് മറക്കും, ചെയ്യുന്നത് പഠിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? കേൾക്കുന്നത് നമ്മൾ മറക്കും, കാണുന്നത് ഓർക്കും, ചെയ്യുന്നത് പഠിക്കും. അപ്പോൾ നമ്മൾ കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ അവർ മറക്കും, പക്ഷെ ചെയ്യുന്നതാണ് അവർ പഠിക്കുന്നത്. നമ്മൾ ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സംസാരം ഏറ്റവും നല്ല സംസാരമാവണം. ഉമ്മയും ഉപ്പയും തമ്മിൽ ഏറ്റവും സരളമായ ഭാഷയിൽ, ഏറ്റവും മനോഹരമായ ഭാഷയിൽ സ്നേഹം ചാലിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കണം. മക്കളെ മുന്നിൽ വെച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉള്ളെന്താവണം? ഹൃദയത്തിനകത്ത് എന്താവണം? കറയുണ്ടാവരുത്. പരസ്പരം സ്നേഹം മാത്രമാവണം. ഇണകളാണ്. ഇണക്കത്തോടൊപ്പം പിണക്കവും സ്വാഭാവികമായി ഉണ്ടാവും ഇല്ലേ? മാതൃക എന്താ കാണിച്ചു തരുന്നത്? ഹബീബായി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൗദ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുകയാണ്. പ്രിയ പത്നിയാണല്ലേ, ഹബീബിൻ്റെ ഭാര്യയാണ് സൗദ റളിയല്ലാഹു അൻഹ. അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു ഭാര്യ, പ്രിയപ്പെട്ടവള് ആയിഷ റളിയല്ലാഹു അൻഹ പായസമായിട്ട് വരികയാണ്. പായസം ഉണ്ടാക്കിയിട്ടേ ഹബീബിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ പായസമായിട്ട് വന്ന് ഹബീബിന് ഒരു സ്പൂണ് കൊടുത്ത് ഒരു സ്പൂണ് സൗദ ബീവിക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ സൗദ പറയും എനിക്ക് വേണ്ട. സൗദ റളിയല്ലാഹു അൻഹ എന്താ പറയുക? എനിക്ക് വേണ്ട. അപ്പോൾ ആയിഷ ബീവി കുറച്ചൊരു കുട്ടിത്വമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അല്ലേ, കുറച്ചൊരു പൊട്ടിത്തെറിയൊക്കെ ഉള്ള ഒരു കൗതുകം നിറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആയിഷ ബീവി പറയാണ്, നിങ്ങളിത് കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പായസങ്ങളെ മുഖത്ത് തേക്കും, നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പായസങ്ങളെ മുഖത്ത് തേക്കുമെന്ന് പറയുകയാണ്. പക്ഷേ സൗദാ ബീവി പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോഴും സൗദാ ബീവി എന്താ പറഞ്ഞ? എനിക്ക് വേണ്ട. ഉടൻ ആയിഷ ബീവി എന്ത് ചെയ്തു? പായസം എടുത്തിട്ട് സൗദാ ബീവിയുടെ മുഖത്ത് തേക്കുകയാണ്. അപ്പോൾ ഹബീബ് എന്ത് ചെയ്തു? ചിരിച്ച്, വളരെ ഇഷ്ടത്തോട് കൂട്ടിയിട്ട് ചിരിച്ച് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ആയിഷ ബീവിയുടെ കൈ പിടിച്ച് വെച്ചിട്ട് സൗദാ ബീവിയുടെ അടുത്ത് പറഞ്ഞു, ഇനി പായസം ആയിഷ ബീവിയുടെ മുഖത്തും നീ തേച്ചു കൊടുക്ക്. സൗദാ ബീവിയുടെ അടുത്ത് ആയിഷ ബീവിയുടെ മുഖത്തും പായസം തേച്ചു കൊടുക്കാൻ പറയുകയാണ്. വളരെ മനോഹരമായൊരു നിമിഷം അല്ലേ? ചിരിയും കളിയൊക്കെ ആയിട്ടുള്ള മനോഹരമായ നിമിഷം. നമ്മളെ പെരേക്കൊന്ന് ചിന്തിച്ചാണീ, ഹൗ വല്ലാത്ത ജാതി ഇല്ലേ? ചിന്തിക്കാൻ വയ്ക്കണ്ടാ? രണ്ട് പെണ്ണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലയോടൊക്കെ മുഖം. എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു കഥ ഉണ്ട്, ഏതോ ഒരു കാക്കാൻ്റെ കഥ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേ ഉപ്പയും ഞങ്ങൾ മക്കളും ഉമ്മയും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉമ്മയുടെ തുടങ്ങും, എന്നാലും ആ ബീരാക്കാൻ്റെ ഒരു കഥ അല്ലേ എന്ന് പറയും. അപ്പോൾ അപ്പോഴേ ഇപ്പം താഴെക്കൂടെ ഞങ്ങളൊക്കെ തോണ്ടുന്നുണ്ടാവും. അപ്പോൾ എന്താ ബീരാക്കാൻ്റെ കഥ? ബീരാക്ക രണ്ട് പെണ്ണ് കിട്ടിയാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ചുണ്ടിൽ തേച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ കെലിമ ചൊല്ലിക്കൊടുക്കാനോ ആരും കൂടെ ഉണ്ടായില്ല. ഉമ്മ ഭയങ്കര വിഷമത്തിൽ പറയും. അത് ഉപ്പ കേൾക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഉറക്കമ്മ പറയും. ആദ്യത്തെ ഭാര്യ പറയൂ ഇത്രേ, മൊഞ്ച് കണ്ട് കെട്ടിയതല്ലേ രണ്ടാമത്തോളെ മൊഞ്ച് കണ്ട് കെട്ടിയതല്ലേ, അപ്പം മൊഞ്ചത്തി തന്നെ നിങ്ങൾക്ക് വന്ന് വെള്ളം തന്നോളും, കെലിമ ചൊല്ലി തന്നോളും. ചെറിയ ആളെന്ത് പറയും? ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഇങ്ങടുത്ത ഒരാളുണ്ടല്ലോ, എന്നെക്കാളും കുറേ മൂത്ത ആള്, ഓല് തന്നോളും വെള്ളം, ഓല് ചൊല്ലി തന്നോളും കെലിമ. ചുരുക്കി പറഞ്ഞ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വീരാക്ക് എന്ത് ചെയ്തു? ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് കെലിമ പോലും ചൊല്ലാണ്ട് മരിച്ചു എന്നാണ് നാട്ടിലെ വെപ്പ്. അപ്പോൾ ഉമ്മ മാത്രമല്ല, ആ നാട്ടിലെ ഒട്ടുമിക്ക പെണ്ണുങ്ങളും തീൻ മേശയിൽ പറയുന്ന ഒരു കഥയാണ് ഇതെന്ന്. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അല്ലേ? നമ്മളെ ഭർത്താവിൻ്റെ സ്നേഹം പങ്കുവെച്ച് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇഷ്ടക്കുറവാണ്. പക്ഷേ മാതൃക കാണിക്കുന്നത് എന്താ? നിൻ്റെ ഈ ക്ലാസ് കേട്ടുകാണ്ട് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞ് വൈറലാക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലുള്ള മാതൃകയാണ്.
പരിശുദ്ധ ഇസ്ലാമിൽ ഹബീബ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയാണ്. ഹബീബ് കല്യാണം കഴിച്ചു എങ്കിൽ ഓരോ കല്യാണങ്ങളിലും അള്ളാഹുവിൻ്റെ ഉത്തരവുണ്ട് അല്ലേ? ഓരോ കല്യാണങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യകാരണ ബന്ധത്തോടു കൂടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതും അങ്ങേയറ്റം യാതൊരു അനീതിയും കാണിക്കാതെ അത്രയേറെ നീതിയോട് കൂടിയിട്ടാണ് ഹബീബ് ഓരോ ഭാര്യമാരെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ എൻ്റെ തലങ്ങും പിറങ്ങും ചുറ്റുമൊക്കെ നോക്കിയിട്ട് വേണം തീരുമാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നത് മാതൃകയാണ്. ഹബീബ് ഓരോ സന്ദർഭങ്ങളിലും എടുത്ത തീരുമാനങ്ങൾ, ഈ ആ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചതാണ് നമുക്ക് മാതൃകയാക്കി നമ്മൾ കാണേണ്ടത് അല്ലേ? ഈ രണ്ട് ഭാര്യമാർക്കിടയിൽ വലിയൊരു കോലാഹലം ഉണ്ടാവേണ്ട സാഹചര്യമായിരുന്നു അത് അല്ലേ? വലിയ കോലാഹലം ഉണ്ടാവേണ്ട സാഹചര്യത്തെയാണ് വളരെ മനോഹരമായിട്ട് ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്നത്. പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇണകളാണ്, ഇണക്കത്തോടൊപ്പം പിണക്കം ഉണ്ടാവും. നിങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അവഗണന നേരിടുകയാണെങ്കിൽ ഉടനെ ഒത്തുതീർപ്പിലെത്തിച്ചേരുക. ആദ്യം മൂപ്പരും ഉണ്ടട്ടെ, ആദ്യം ഓളും ഉണ്ടട്ടെ എന്ന് പറഞ്ഞ് ഈഗോ കാണിച്ച് കുഴിന്ത് കാണിച്ചിരിക്കല്ല വേണ്ടത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഏറ്റവും ഉത്തമ ആരാണ്? പിണക്കങ്ങൾക്കൊടുവിൽ ആദ്യം ഇണങ്ങുന്നവനാണ് ഏറ്റവും ഉത്തമ. അപ്പോൾ പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെന്ന് മിണ്ടണം. സ്നേഹം കൊണ്ട് ആ കറയെ മായ്ച്ച് കളയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോഴേ നമ്മളെ കുട്ടികൾ യഥാവിധം വെള്ളവും വളവും കിട്ടി തണലേകുന്ന പഴങ്ങൾ സമ്മാനിക്കുന്ന ആ വൃക്ഷമായി മാറുള്ളൂ. ആ സ്നേഹം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം. കാരണം പുറത്തുള്ളത് മുഴുവൻ അവരെ ആഗിരണം ചെയ്യുന്ന ചതിക്കുഴികളാണ്, അവരെ വലിച്ചെടുക്കുന്ന ചതിക്കുഴികളാണ്. അതിലേക്ക് പോവാതിരിക്കണമെങ്കിൽ വീടിനകത്ത് എന്താവണം? സമാധാനം കൊടുക്കണം. ആ വീട് സമാധാന കൂടാവണം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവണം. തെറ്റ് പറ്റിപ്പോയാലും തിരിച്ചു വരാനുള്ള സാഹചര്യം വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അത് നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ? മാതാപിതാക്കളുടെ സംരക്ഷണം നമ്മൾ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കുകയാണോ വേണ്ടത്? ആണോ? ഉമ്മാക്ക് വയസ്സായാൽ ആരാ വെള്ളം തരിക? വാപ്പാക്ക് പ്രായമായാൽ ആരാ വടി കുത്തി തരിക? വാപ്പാൻ ആരാ വണ്ടിമ്മലിരുത്തി അങ്ങാടിക്ക് കൊണ്ടുപോവുക? ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അരമണിക്കൂറായി വല്യമ്മ ബാക്കിലിരുന്ന് മാളെ ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിക്കണേ അല്ലേ? ആ ഉമ്മാൻ്റെ വേദന കാണാതെ നമ്മൾ എന്തിനാണ് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ടത്? പറയണ്ട, പകർന്നു കൊടുത്താൽ മതി. നമ്മൾ ചെയ്യുന്നത് മക്കൾ പഠിക്കും, കേൾക്കുന്നതും കാണുന്നതും അവർ മറക്കുകയേ ചെയ്യുള്ളൂ. ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ പാഠങ്ങളും ഇങ്ങനെയാണ് അല്ലേ? നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുന്ന പല പാഠങ്ങളും അവർ പഠിക്കുകയാണ്. ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് കളവുകൾ ചെയ്യാം അല്ലേ? ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് കളവുകൾ ചെയ്യാം. നമ്മളെ വാക്കിലൂടെ വണ്ടിയിൽ പോകുമ്പോൾ പാപ്പ മഞ്ചേരി എത്തുന്നതിൻ്റെ മുമ്പ് നിലമ്പൂർ എത്തുമ്പോൾ തന്നെ കസ്റ്റമർ വിളിക്കുമ്പോൾ പറയുകയാണ് ഞാൻ മഞ്ചേരി എത്തി. കുട്ടി മനസ്സിലാക്കണത് എന്താ? നമ്മൾ നിലമ്പൂർ എത്തിയിട്ടല്ലേ ഉള്ളൂ അപ്പ, പിന്നെ എങ്ങനെ നമ്മൾ മഞ്ചേരി എത്തി എന്ന് പറയണേ അല്ലേ? അവിടെ ചെറിയൊരു ലാഭമേ ഉള്ളൂ, അപ്പാക്ക് ചെറിയൊരു ലാഭം, നമ്മൾ മറന്നു പോയിട്ടും ഉണ്ടാവും. പക്ഷെ കുട്ടി മനസ്സിലാക്കണത് എന്താ? നിങ്ങൾ പരപ്പനങ്ങാടിൽ നിന്ന് തിരൂർക്ക് ബസ് കയറുമ്പോൾ കുട്ടീൻ്റെ അടുത്ത് പറയാണ് 5.5 വയസ്സായി കുട്ടീനോട്. കണ്ടക്ടർ പ്രായം ചോദിച്ച അമ്മാൻ്റെ കുട്ടി എന്താ പറയുക? 4.5 അല്ല 5.5 അല്ലേ പറയേണ്ടത്? അല്ല 4.5 പറഞ്ഞാൽ മതി. നമ്മൾ ഉണ്ടക്കണ്ണൊക്കെ കൂടെ കാണുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? കണ്ടക്ടർ കയറുമ്പോൾ തന്നെ ആ കണ്ടക്ടർ എനിക്ക് 4.5 ആട്ടോ എന്ന് പറയും അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ബസ് കയറി അല്ലേ? പരപ്പനാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ബസ് കയറണു. പക്ഷെ നമ്മൾ മറന്നിട്ടുണ്ടാവും, മക്കൾ മറക്കൂല. കുട്ടികൾക്ക് ചോറ്റും പാത്രത്തിൽ കോഴി പൊരിച്ചത് കൊടുക്കുമ്പോൾ എന്തിനാ ചോറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണത്? എന്തിനാ നമ്മൾ ചോറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണത്? അതോ മാത്രം തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ അല്ലേ? ഓരോ അമ്മയുടെയും ഹൃദയമാണ്. പക്ഷെ കുഞ്ഞിന് കൊടുക്കുന്നൊരു പാടുണ്ട്, അത് വേറെയാ. കോഴിക്കാല് കുട്ടിക്ക് കൊടുത്ത് തിരിച്ച് വൈകുന്നേരം വരുമ്പോഴേ ഉമ്മച്ചിയെ കോഴിക്കാലിൻ്റെ ഉള്ളിലത്തെ എല്ലിൻ്റെ ഉള്ളിലത്തെ സാധനം കൂടെ എനിക്ക് കിട്ടിയില്ല നമ്മളടുത്ത് പറയുമ്പോൾ, എല്ലിൻ്റെ ഉള്ളിലെ ബോൺമേരോ മജ്ജ പോലും എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല എന്ന് കുഞ്ഞ് പറയുമ്പോൾ നമ്മളൊരു ഭാവമാറ്റം ഉണ്ട് അല്ലേ? പുരികൊക്കെ വില്ല് പോലെ വളഞ്ഞ് കണ്ണൊക്കെ പുറത്തേക്ക് ചാടി നമ്മളെ രൂപം മാറുകയാണ്. അനക്ക് തിന്നാനല്ലേ ഞാൻ തന്നത്, അങ്ങനെയാണോ പറയേണ്ടത്? അതോ മറിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉമ്മാൻ്റെ കുട്ടി മിടുക്കനാ, ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എല്ലാവർക്കും കൊടുക്കണം, നമുക്കില്ലെങ്കിലും
എല്ലാവർക്കും കൊടുക്കണം. എന്ത് കിട്ടുമെന്നല്ല കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത്, എന്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് പഠിപ്പിക്കേണ്ടത്, അല്ലേ? എന്ത് കിട്ടും എന്നല്ല, എന്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആവണം. ഇതൊക്കെ കുഞ്ഞു പാഠങ്ങളാണ്, ദിവസവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പാഠങ്ങളാണ്, അല്ലേ? 2 ഉമ്മമാർ പാരൻസ് മീറ്റിങ്ങിന് പോയ കഥ നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ആദ്യത്തെ ഉമ്മ വന്നിട്ട് ടീച്ചറെ അടുത്ത് ചോദിക്കുകയാണ്, ടീച്ചർ എൻ്റെ കുട്ടി എങ്ങനെയുണ്ട്? ടീച്ചർ പറയാം, മിടുക്കനാണ് നിങ്ങളെ കുട്ടി, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്കാണ്, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്കാണ്, കണക്കിന് വരെ ഓന് ഫുൾ മാർക്കാണ്, മിടുക്കനാന്ന് പറഞ്ഞ് ആ ഉമ്മ ഇങ്ങനെ പൊങ്ങാണ്. ആ ഉമ്മ ഇങ്ങനെ മാനം മുട്ടി ഏകദേശം റൂഫ് മുട്ടാനായപ്പോൾ ടീച്ചർ പറയാം, പക്ഷേ ഉണ്ടല്ലോ നിങ്ങളെ കുട്ടീൻ്റെ പെരുമാറ്റം വളരെ മോശമാട്ടോ. ക്ലാസ്സിൽ ലേഡി ടീച്ചേഴ്സ് വരുമ്പോഴേ ഓൻ്റെ നോട്ടം അത്ര ശരിയല്ല. ലേഡി ടീച്ചേഴ്സ് വരുമ്പോൾ മാത്രമെന്നല്ല, ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പെൺകുട്ടികളോടും അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ ഉള്ള ഓൻ്റെ പെരുമാറ്റം കുറച്ച് പെശകാണ്. നിങ്ങളൊന്ന് ശരിയാക്കണം കേട്ടോ, സ്വഭാവം ഒന്ന് നന്നാക്കാൻ നോക്കണേ. ഉമ്മ എന്തായി? മാനം മുട്ടിയ ഉമ്മ ഭൂമിയിനേക്കാളും താഴ്ന്നു അല്ലേ? ഇത് കേട്ട് ബേജാറായി അടുത്ത ഉമ്മ കയറി വരികയാണ്, അല്ല എൻ്റെ ടീച്ചർ, എൻ്റെ കുട്ടിയോ? നിങ്ങളെ കുട്ടീൻ്റെ കാര്യമൊന്നും പറയണ്ട, ഓൻ പഠിക്കാൻ വളരെ മോശമാണ്, ഒന്നും പഠിക്കൂല, ആകെ അറബിക്ക് മാത്രമാണ് അവൻ ജയിച്ചത്, ബാക്കി എല്ലാ വിഷയത്തിനും ഉപരി തോറ്റിക്കണ. നിങ്ങളെ കുട്ടി ബുക്കൊന്നും തൊടലില്ലേ, പുസ്തകമൊന്നും തൊടലില്ലേ എന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, തൊടലൊക്കെ ഉണ്ട്, ബാഗിക്ക് വെക്കുമ്പോഴും ബാഗിൽ നിന്ന് എടുക്കുമ്പോഴും അവൻ പുസ്തകം തൊടലുണ്ട് എന്ന് പറയും, അല്ലേ? അപമാനമാണ് അല്ലേ? ആ ഉമ്മ ഇങ്ങനെ നാണിച്ചിരിക്കുമ്പോഴാണ് ടീച്ചർ പറയണത്, പക്ഷേ ഉണ്ടല്ലോ നിങ്ങളെ കുട്ടിയെ ഓൻ മിടുക്കനാട്ടോ, ഓൻ എന്ത് നല്ല സ്വഭാവമാണെന്നറിയോ? ഓൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരുടെ പാത്രത്തിലും കൂട്ടാനും ചോറൊക്കെ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഓൻ കഴിക്കുള്ളൂ. ഓൻ്റെ കയ്യിലുള്ളതും കൂടെ ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടേ ഓൻ ഭക്ഷണം കഴിക്കുള്ളൂ. ടീച്ചേഴ്സിനോടാണെങ്കിലും കൂടെയുള്ള കുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള സ്വഭാവമാണ് നിങ്ങളെ കുട്ടിക്ക്. നിങ്ങൾ ഭാഗ്യം ചെയ്ത ഉമ്മയാണ് കേട്ടോ. ഇതിലേത് ഉമ്മയാണ് നമുക്കാവേണ്ടത്? ഒന്നാമത്തെ ഉമ്മയാണോ രണ്ടാമത്തെ ഉമ്മയാണോ? രണ്ടാമത്തെ ഉമ്മ ആയാൽ മതി അല്ലേ? നമുക്ക് നമ്മളെ കുട്ടീനെ ഒന്നാമനാക്കാൻ, IAS ഓഫീസറാക്കാൻ, ഡോക്ടറാക്കാൻ, പ്രൊഫസറാക്കാൻ, എൻജിനീയറാക്കാൻ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാൻ മുതിർന്നോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കണം. ധാർമ്മികത മറക്കരുത്. ഉമ്മയും ഉപ്പയും കിടക്കുന്ന ബെഡ്റൂമിൽ ക്യാമറ ഫിറ്റ് ചെയ്ത കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മ കുളിക്കണത് വീഡിയോ എടുത്തിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് വീട്ടിലേക്ക് അവളുടെ ബെഡ്റൂമിൽ വരുന്ന ആൺകുട്ടിയെ വിളിച്ച് വരുത്താൻ വേണ്ടിയിട്ട് എന്നും രാത്രി ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്ലിപ്പയും അനിയനും അനിയത്തിയും കുടിക്കുന്ന വെള്ളത്തിൽ ഉറക്ക ഗുളിക കലക്കിയ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മ ഉപ്പയുമായുള്ള സ്നേഹപ്രകടനത്തിൽ ഉപയോഗിക്കുന്ന കോണ്ടം ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കുന്ന പെൺകുട്ടീനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ വരുന്ന കുട്ടികളാണ്. പലപ്പോഴും കേൾക്കാനും പറയാനൊക്കെ അറപ്പ് തോന്നുന്ന സംഭവങ്ങൾ നമ്മൾ വിശ്വസിച്ച് നമ്മളെ മാണിക്കക്കല്ലുകളായി വളർത്തുന്ന മക്കൾ അല്ലേ? ഉത്തരവാദിത്തം ഉണ്ട് നമുക്ക്. ഇങ്ങനെയൊക്കെ ചെയ്താലും ഉപേക്ഷിക്കാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്താലും ഉപേക്ഷിക്കരുത്. ഒരു കഥ പറയുന്നില്ലേ, ഉമ്മാനോട് മാല ചോദിച്ചപ്പോഴേ, കഥയാണ്. ഉമ്മാൻ്റെ അടുത്ത് മാല ചോദിക്കുകയാണ് മകൻ, ഉമ്മ കൊടുത്തില്ല. മകൻ എന്ത് ചെയ്തു? ഉമ്മാൻ്റെ കഴുത്ത് വെട്ടി മാലയുമായി ഉമ്മാൻ്റെ തല പിടിച്ച് പോകുന്ന സമയത്ത് മകൻ വേരിൽ തട്ടി വീഴാൻ പോവാണ്. അപ്പോൾ ഉമ്മാൻ്റെ തല ചോദിക്കുക, ഉമ്മാൻ്റെ കുട്ടി വീണോ? ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോന്ന്. അതാണ് ഓരോ മാതാവും അല്ലേ? അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. മാതാവ് എന്ന് പറയുന്നത് അതാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പാടിയ പോലെ, എൻ്റെയും നിലവിളിയുടെ മൗനമാണ്, കണ്ണു കരഞ്ഞ ചോപ്പാണ്, വിഴുപ്പലക്കി കാരം പൊള്ളിയ കൈത്തലമാണ്, അവയവങ്ങൾ അരിഞ്ഞപ്പോഴും ശപിക്കാത്ത മാപ്പാണുമ്മ, കത്താത്തടുപ്പിലില്ലാത്ത കഞ്ഞിയിൽ തവിട്ടിളക്കുന്ന സാന്ത്വനമാണുമ്മ, പാലില്ലാഞ്ഞ് ചോരയൂട്ടിയ മുലയാണുമ്മ,
എൻ്റെയുമ്മ. അത്തരത്തിൽ കുട്ടികൾ കൺകുളിർമയായി മാറുമാറ് നമ്മളെ മക്കളെ നമുക്ക് സമ്പത്തിനെയും സന്താനങ്ങളെയും നമുക്ക് അഭിമാനവും അലങ്കാരമായും മാറുമാറ് നമുക്ക് ഓരോരുത്തർക്കും വളർത്താൻ സാധിക്കട്ടെ. അതിന് ഉത്തമ മാതൃക നൽകുക, ധാർമ്മികത പഠിപ്പിക്കുക. ബന്ധങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശദമായി പറയുന്നുണ്ടല്ലേ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെയും ഇരിക്കുക. കൂടെ പറയണത് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ മക്കളോട്, മരുമക്കളോട്, പേരക്കുട്ടികളോട്, രക്തബന്ധത്തിലുള്ള കുടുംബക്കാരോട്, അന്യരായ അയൽപക്കക്കാരോട്, രക്തബന്ധത്തിലുള്ള അയൽപക്കക്കാരോട് എണ്ണി എണ്ണി പറയാണ്. ഓരോ ബന്ധങ്ങളെയും എടുത്തെടുത്ത് പറയാണ്. നമ്മൾ വീട്ടിൽ നല്ല ആളാ, അയൽപക്കത്തുള്ള ആളോട് തെറ്റിയിട്ട് കാര്യമുണ്ടോ? തെറ്റിയിട്ട് കാര്യമില്ല അല്ലേ? ഏറ്റവും നല്ല രീതിയിൽ ഓരോ വ്യക്തികളോടും പെരുമാറണം എന്നാണ് പറയണത്. അത് ഉമ്മാനോടും ഉപ്പാനോടും ബാധ്യതയുണ്ടെങ്കിൽ, മരുമക്കൾക്ക് ഉമ്മാനോടും ഉപ്പാനോടും ബാധ്യതയുണ്ടെങ്കിൽ ആ ഉമ്മാക്കും ഉപ്പാക്കും മരുമക്കളോടും ബാധ്യതയുണ്ട് അല്ലേ? എത്ര പെൺകുട്ടികളാണെന്നറിയോ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയൽ അമ്മായിമ്മമാരുടെ കഷ്ടപ്പെടുത്തലുകൾ, മക്കളുടെ സ്നേഹം പങ്കുവെച്ച് പോകുന്നതിൽ ഈ അമ്മായിമ്മമാർ കാണിക്കുന്ന സ്വാർത്ഥത ഉണ്ടല്ലോ. പലപ്പോഴും പല കേസുകളും കേട്ടിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി പറയലുണ്ട്, എനിക്ക് 3 ആൺകുട്ടികളാണ്, നാളെ ഇൻഷാ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ എനിക്ക് 3 മരുമക്കൾ വരും. എൻ്റെ സ്വഭാവം ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവം ആവുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ ഇവിടുന്ന് മാറ്റണം കേട്ടോ എന്ന് ഞാൻ പറയലുണ്ട്. നമുക്ക് പറയാൻ പറ്റൂലല്ലോ, സ്വഭാവം ഭ്രാന്തായി കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം മാറൂലേ. പക്ഷെ ഭ്രാന്തൊന്നും ഇല്ലാത്ത, മാനസികമായി ഒരു അസുഖവും ഇല്ലാത്ത ഉമ്മമാരിങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ മരുമകളല്ലേ. പക്ഷെ ആ അമ്മാക്കന്നെ പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി വരുമ്പോൾ ഉമ്മാൻ്റെ സ്വഭാവവും തേനൊക്കെ ഒഴുകണത് കാണുമ്പോഴത്തേന് മരുമോൾ അന്തം വിടാണ്. ഒരു കഥയുണ്ട്. ഒരു പെൺകുട്ടി ഉമ്മാക്ക് വിളിച്ച് പറയാണ്, ഭയങ്കര കരച്ചിലാണ് മോള് കരഞ്ഞിട്ട് ഉമ്മാനെ വിളിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഫോൺ അറ്റൻഡ് ചെയ്ത്, എന്തിനാ ഉമ്മാൻ്റെ കുട്ടി കരയണേ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഉമ്മ, ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി വീട്ടിൽ. സാമ്പാർ ഉണ്ടാക്കിയത് യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. മോള് പഠിക്കണ കാരണം അടുക്കളയിലൊന്നും വലിയ പരിചയമില്ല മുപ്പത്തിയർക്ക്. അപ്പോൾ യൂട്യൂബൊക്കെ നോക്കി സാമ്പാർ ഉണ്ടാക്കി. അങ്ങനെ സാമ്പാർ ഉമ്മാക്ക് വിളമ്പി കൊടുത്തപ്പോൾ ഉമ്മ പറയാണ്, ഇതെന്താണ്, കാടിയാണോ? ആ തൊടുക്ക് കൊണ്ടുപോയി കളഞ്ഞളാ നിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടാവും ഉമ്മച്ചിയെന്ന് പറഞ്ഞ് കരയാണ്. അങ്ങനെ കരഞ്ഞ് അവൾ ഉമ്മാനെ ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ അമ്മായിമ്മ ടേബിളിൽ ഇരുന്നിട്ട് ഉമ്മാൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഉമ്മാൻ്റെ മോളാ. നാത്തൂനെ, ബന്ധം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ അമ്മായിമാൻ്റെ മോളാണ് വിളിക്കണത്. ഓളും കെട്ടിച്ചു കൊടുത്തുന്നാണ് വിളിക്കണേ. വിളിച്ചിട്ടോളം എന്താ പറയണതെന്നറിയോ? ഉമ്മാ കരഞ്ഞിട്ടാ പറയണത്, ഞാനിന്ന് പാൽച്ചായ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് കൊടുത്തപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ടേസ്റ്റ് ഇല്ലാത്തൊരു ചായ കുടിച്ചിട്ടില്ല, എന്നെ കുടിച്ചലാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് തന്നു. ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഉമ്മയും പറഞ്ഞു, ഉപ്പാക്ക് മേലിൽ ഈ ചായ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് എൻ്റെ അടുത്ത് എന്നെ ചീത്ത പറഞ്ഞു. ഉമ്മച്ചിയെ, ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഈ ഉമ്മ പറയുക, ഇവിടുന്ന് ഉമ്മ പറയണതല്ല ഓള് കേൾക്കണത്. ഉമ്മ പറയാം, എന്ത് മാതാപിതാക്കളാണ് ഓല് രണ്ടാളും. എൻ്റെ കുട്ടി ഇത്രയും കാലം പഠിക്കല്ലായിരുന്നോ? ഓള് PhD ചെയ്യുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഓക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ? ഓൾ ഇതുവരെ ചായ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ കുട്ടി ആദ്യമായിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഒരു ഉമ്മയും ഉപ്പയും പെരുമാറേണ്ടതെന്ന് കസേര എണീറ്റിട്ട് ഘോരം പ്രസംഗിക്കുകയാണ് ആ ഉമ്മ. ഈ കുട്ടി അകത്തിരുന്നിട്ട് അന്തം വിട്ട് നിൽക്കുക. ഒരു വീട്ടിൽ 2 ചോറ് അല്ലേ? എനിക്കറിയാം നാളെ ഒരു പക്ഷേ ഈ വീഡിയോ ഒക്കെ പുറത്ത് വരുമായിരിക്കും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയണത്. ഓരോ ദിവസവും 2-3 കേസുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട് മരുമക്കൾ. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഉമ്മാനോടും ഉപ്പാനോടുള്ള ബാധ്യതകൾ പറയാത്തൊരു ക്ലാസ്സും ഉണ്ടാവാറില്ല. അത്രയേറെ നമ്മൾ അവരെ സ്നേഹിക്കണം. അത്രയേറെ നമ്മളെ ഇങ്ങോട്ട് എങ്ങനെയൊക്കെ എന്തെല്ലാമൊക്കെ ചെയ്താലും നമ്മൾ അവരെ സ്നേഹിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അവരുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗമുള്ളത്. എൻ്റെ സ്വർഗ്ഗം എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ്. പക്ഷേ മാറേണ്ടതില്ലേ?
അവരും നാളെ ചോദ്യം ചെയ്യപ്പെടൂലേ? ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് അതാ, 2 കൂട്ടരെ കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യില്ല. അതിൽ ഒന്നാമത്തെ കൂട്ടര് മക്കളെ ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ രണ്ടാമത്തവരാരാ? ഒന്നാമത്തെ കൂട്ടരെ പറയണത് ആരാണ്? മക്കളെ ഉപേക്ഷിക്കുന്നവരാണ്. മരുമകളെ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ മലപ്പുറം ഈ ഭാഗത്ത് നമ്മളെ വീട്ടിലല്ലല്ലോ താമസിക്കുക അല്ലേ? കണ്ണൂരുള്ളവർ ഈ കേസുമായിട്ട് വരലില്ല കേട്ടോ. കണ്ണൂരിൽ നിന്ന് ഇത്രയും കേസുകൾ വരാറേ ഇല്ല. അതെന്തുകൊണ്ടാണ് വരാത്തെ? കണ്ണൂരിൽ കല്യാണം കഴിഞ്ഞാലും ഓല വരയിൽ തന്നെ നിൽക്കുക അല്ലേ? ഇത് രസമായിക്കാരല്ലേ? രസമായിട്ട് ഞങ്ങൾക്ക് തോന്നണേ അല്ലല്ലോ. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് നമ്മുടെ സ്വർഗം. ഖുർആൻ അതാ പറയണത്. നിങ്ങളെ സ്ത്രീകൾക്ക് ഭർതൃഗൃഹത്തിലെ എന്താന്നാ പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഭർതൃഗൃഹത്തിലെ അധിപയാണ്, റാണിയാണ്. അപ്പം നമ്മളവിടുത്തെ റാണികളാ. ഈ റാണികളായി നമ്മളെ വാഴ്ത്തേണ്ടത് ആരും കൂടിയാണ്? നമ്മളെ മുകളിലുള്ള റാണിയില്ലേ, നമ്മളെ അമ്മായിമ്മ ഇല്ലേ, ആ ഉമ്മമാരാണ്. അത് ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഞാൻ അങ്ങനെയല്ലേ പഠിച്ചത്. ഒരിക്കലേ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു പെൺകുട്ടി, ഒരു മരുമോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവൾക്ക് മുട്ടുവേദനയും ഊരവേദനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് തെറാപ്പിയൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറിയതാ. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, ഇതൊക്കെ മാറിപ്പോയതാണല്ലോ, പിന്നെ എന്താ നീ വീണ്ടും മുട്ടുവേദന ഊരവേദനയൊക്കെ ആയിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാം, നോമ്പിൻ്റെ മുന്നേ അവളെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായിട്ടുണ്ട്. അവൾ വന്ന അന്ന് മുതൽ സ്റ്റോർ റൂമിൽ അട്ടത്ത് എന്നല്ല നമ്മൾ പറയാ, എന്താ റാക്കിൻ്റെ മുകളിലോ ഇല്ലേ, സ്റ്റോർ റൂമിൻ്റെ മുകളിൽ കുറേ പാത്രങ്ങളുണ്ടെന്ന്, ഫൈബറിൻ്റെ പാത്രങ്ങൾ. അന്ന് അവൾ 18 വർഷം മുമ്പ് വരുമ്പോഴേ ഈ പാത്രങ്ങളൊക്കെ പൊട്ടി വിള്ളലൊക്കെ വീണ് ബ്ലാക്ക് കളറൊക്കെ ആയ പാത്രങ്ങളാണ്. ഉപയോഗിക്കാറില്ല, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല. അന്ന് മുതൽ എല്ലാ നോമ്പിൻ്റെ മുന്നും നനച്ചു കുളിക്ക് ഈ പാത്രങ്ങളൊക്കെ കൂടെ പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ വെക്കും. അതെ, നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യതകൾ തോന്നുകയാണെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടരുന്നത്. വീണ്ടും എന്ത് ചെയ്യും? ഇതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ വെക്കും. 18 വർഷത്തിനിടക്ക് ഗസ്റ്റ് വന്നാൽ അത് എടുക്കാൻ പറ്റൂല, കാരണം അതിൽ വിള്ളലും മറ്റേ ഈ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, എടുക്കാൻ പറ്റൂല. പക്ഷെ ഇതെന്ത് ചെയ്യണം? എല്ലാ നോമ്പിൻ്റെ മുന്നിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി തുടച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെക്കണം. 18 വർഷം മുന്നേ അവൾ വന്ന സമയത്ത് റാക്കിൻ്റെ മുകളിൽ ഒരു മൺകലം കണ്ടിട്ടുണ്ട്, ഒരു മൺകലം. 18 വർഷങ്ങൾക്ക് ശേഷം ഇത്തവണത്തെ നോമ്പിന് അവൾ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു, ഉത്തരമ്മ ആ മൺകലം ഇനി നമുക്ക് ചോറ് വെക്കാൻ എടുത്താലോ, ആ മൺകലം നമുക്ക് ചോറ് എടുക്കാൻ എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയാത്രേ, അത് പൊട്ടിയിണെന്ന്. ആ മൺകലം അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അവൾ അറിയണത് 18 വർഷമായി എല്ലാ നോമ്പിനും അവൾ അതെടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ചതിൻ്റെ മുകളിൽ വെക്കണത്. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാ അമ്മച്ചി നമുക്ക് അതിൽ ചെടി കുഴിച്ചിടല്ലേ, മൺകലത്തിൽ ചെടി കുഴിച്ചിടല്ലേ, അതവിടെ നിന്നോട്ടെ, അതവിടെ ആ പൊസിഷനിൽ അവിടെ നിന്നോട്ടെ. ഇതൊരു പക്ഷേ അവരുടെ പഴയ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരങ്ങനെ ജീവിച്ച് വന്നതുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ സ്ഥിതി അങ്ങനെയാണ്, മാനസികാവസ്ഥ അങ്ങനെയാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള പ്രയാസമാവാം. പക്ഷേ പ്രായമായ അമ്മായിമ്മമാരല്ല പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും ചെയ്യുന്നത് 45-50 വയസ്സൊക്കെ ഉള്ള അമ്മായിമ്മമാരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ മക്കളെ കൂടെ, ആൺകുട്ടികളുടെ കൂടെ പുറത്തു പോകണത് ഇഷ്ടമില്ല. ആൺകുട്ടികളുടെ കൂടെ ഒന്ന് പുറത്തിറങ്ങി പോകുമ്പോഴത്തേന് ഇഷ്ടമില്ല, അവിടെ പ്രശ്നം. അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുമ്പോൾ പ്രശ്നം, ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരുന്നാൽ പ്രശ്നം. ഇങ്ങനെ തുടങ്ങിയിട്ട് ആൺകുട്ടികളുടെ സ്നേഹം പങ്കിട്ടു പോവുമോ എന്ന ഒരു തരം സ്വാർത്ഥത ചോദ്യം പെടൂലേ? അപ്പം ഉമ്മാരോട് ബാധ്യത ഉണ്ട്, നിങ്ങൾ ഞങ്ങളെ സ്വർഗം തന്നെയാണ്, കാലിൻ്റെ അടിയിൽ തന്നെയാണ് സ്വർഗം. ഇതൊക്കെ പറയാൻ കാരണം എനിക്ക് മനോഹരമായ ഒരു അമ്മായിമ്മ ഉണ്ട് കേട്ടോ, വളരെ മനോഹരമായ സ്നേഹനിധിയായ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫ്രീഡം തരുന്ന, സ്വാതന്ത്ര്യം തരുന്ന അൽഹംദുലില്ലാ ഒരു അമ്മായിമ്മ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാധുര്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വളരെ 100-ൽ 105 മാർക്കും കൊടുക്കാൻ പ്രാപ്തയായ ഒരു അമ്മായിമ്മ അൽഹംദുലില്ലാ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആവണം എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എൻ്റെ മുന്നിൽ ഓരോ പെൺകുട്ടികൾ വന്ന് വിഷമം പറയുമ്പോൾ സങ്കടമാണ്. കൊടുക്കുന്ന സ്നേഹം, ആ സ്നേഹം തിരിച്ചിങ്ങോട്ടും കിട്ടണ്ടേ? മകളായിട്ട് കണ്ടുകൂടെ? പ്രസവിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. 16, 17, 18 വയസ്സ് വരെ മാത്രമാണ് അവരുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ അവർ നിൽക്കുന്നത്. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് വരികയാണ് അല്ലേ, എല്ലാം ഒഴിവാക്കിയിട്ട് വരികയാണ് മറ്റൊരു വീട്ടിലേക്ക്.
അവിടെ വരുമ്പോൾ തികച്ചും അന്യരാണ് എല്ലാവരും വരുന്ന സമയത്ത്, അല്ലേ? പിന്നെ ഒരുമിച്ചുള്ള ജീവിതമാണ് സ്നേഹം ഊഷ്മളമാക്കുന്നത്. ആരും തൻ്റെതല്ല. നിക്കാഹ് എന്ന് പറയുന്ന ഒരു കർമ്മത്തോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുക. അപ്പം അവിടെ എൻ്റെ കുട്ടിയാണ് ട്ടോ എന്നുള്ള ചിന്തയാണ്. ഒരിക്കലും കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് രാവിലെ അയലോക്കത്തെ താത്ത ചോദിക്കാണ്, അല്ല മോളെ എങ്ങനെയുണ്ട് മരുവോള് പണിയൊക്കെ എടുക്കുമോ? അല്ല മോളെ എങ്ങനെയുണ്ട് മരുവോള് പണിയൊക്കെ എടുക്കുമോ? അമ്മായിമ്മ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അതിന് ഞങ്ങൾ കെട്ടിക്കൊടുന്നത് വേലക്കാരിനെയല്ല, ഞങ്ങൾ വേലക്കാരിനെയല്ല കെട്ടിക്കൊടുന്നത്, എനിക്കൊരു മകളാണ് വന്നത്, എൻ്റെ മകളെപ്പോലെ എനിക്കൊരു മകളാണ് വന്നത്. ചിലരൊക്കെ പറയും പെൺകുട്ടികളുള്ള അമ്മമാരാണ് ഇങ്ങനെയൊക്കെ കാണിക്കലെന്ന്. അങ്ങനെ ഉണ്ടോ? അത് കേൾക്കുമ്പോൾ എനിക്ക് പറ്റൂലല്ലോ, കാരണം എനിക്ക് പെൺകുട്ടികളില്ല, എനിക്ക് 3 ആൺകുട്ടികളാണ്. ആണോ? പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് അവർക്ക് പെൺകുട്ടികളെ മനസ്സ് കാണാൻ പറ്റൂല. അതുകൊണ്ട് പെൺകുട്ടികളില്ലാത്ത അമ്മമാരാണ് ഇങ്ങനെ ചെയ്യുക. പെൺകുട്ടികളില്ലാത്ത അമ്മമാർക്ക് സ്നേഹം കൂടുകയല്ലേ ചെയ്യുക, അല്ലേ? കാരണം നമുക്ക് പെൺകുട്ടികളില്ലാതൊരു മാണിക്യ കല്യാണം കിട്ടുകയാണ്. എനിക്കറിയാം അങ്ങനത്തെ ഉമ്മമാരെ, എനിക്കറിയാം പെൺകുട്ടികളില്ലാത്ത മരുമക്കളെ പെൺകുട്ടികളായി വാഴ്ത്തുന്ന ഉമ്മമാരുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്നേഹം വരണം. ആ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ആ സമാധാനം ഉണ്ടാവുള്ളൂ. അവിടെയൊക്കെ സമാധാനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അടുത്ത കണ്ണിയായ മക്കൾക്ക് ആ സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ ഉമ്മയും മരുമോളും തമ്മിൽ സ്നേഹം ഇല്ലാണ്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കുക? നമ്മളെ കണ്ടല്ലേ അവർ പഠിക്കുന്നത്, നമ്മളറിയാതെ എല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു മരുമോളുടെയും വല്യമ്മാൻ്റെയും പ്രശ്നം പറഞ്ഞത് മുഴുവൻ പേരക്കുട്ടിയാണ്. പേരക്കുട്ടി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് മുഴുവൻ. ആലോചിച്ച് നോക്കും, മക്കൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നാളെ അവരും അതുപോലെ ആവും. അവിടെ മുതൽ നമ്മൾ ശരിയാക്കണം. അപ്പോൾ ഓരോ ബന്ധങ്ങളും ഊഷ്മളമാക്കണം. ഓരോ ബന്ധങ്ങളിലും വിള്ളലുകളില്ലാതെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ മാതൃക. ഇൻഷാ അല്ലാഹ് കൺകുളിർമയേകുന്ന അലങ്കാരമായി മാറുന്ന മക്കളും കുടുംബവും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മൂമ്മ എഴുതിയ വരികൾ തന്നെയാണ്. ഉമ്മൂമ്മ എ ജമീല ടീച്ചർ ഇടവണ്ണ, അലവി മൗലവിയുടെ മകളാണ്. അവരെഴുതിയ വരികളാണ് ആലപിക്കുന്നത്. എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ നിൽക്കണ, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ. എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ നിൽക്കണ, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ. ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയിൽ പാടണ. താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ. എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ നിൽക്കണ, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ.